ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച ദിവസം നമ്മൾ പൊതുവെ സൈക്കോളജിക്കൽ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും കുട്ടികളുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. എക്സാം അടുത്തിരിക്കുന്നു. എക്സാമിലേക്ക് നടന്നു നീക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷനും, കുട്ടികൾക്ക് മാത്രമല്ല മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ, ടെൻഷൻ, അതിനെങ്ങനെ അഭിമുഖീകരിക്കാം, എങ്ങനെ ഈസി ആയിട്ട് എക്സാം പാസ്സാകാം. അപ്പൊ ഇന്ന് എക്സാമിനേഷന്റെ എളുപ്പത്തിലാക്കാൻ ഉപയോഗിക്കുന്ന ചില ടിപ്സ്, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഒന്നാമത്തെ ടിപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, വിഷ്വലൈസേഷൻ. നമുക്കറിയാം വിഷ്വലൈസേഷൻ എന്താണെന്ന്. കഴിഞ്ഞ ആഴ്ച സുജിത് ഒരു ക്ലാസ് എടുത്തിരുന്നു, വിഷ്വലൈസേഷൻ. ആ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണിത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഈ സമയത്ത്, പരീക്ഷയുമായി ബന്ധപ്പെട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന എല്ലാവർക്കും ഉപയോഗപ്രദമാകാവുന്ന ഒത്തിരി പാറ്റേണുകളുണ്ട്, ടിപ്പുകളുണ്ട്. അതിൽ ഇന്ന് നമുക്ക് ഈ ടോപ്പിക്കുമായി ചേർന്ന് നിൽക്കാം. നിങ്ങളുടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ട്രെയിനർ സുജിത് ഇരട്ടി സ്വദേശിയാണ്. പ്രിൻസിപ്പൽ സെന്റർഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ വളരെ എക്സ്പേർട്ടാണ്. കുറേ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിരുന്നു, കുറേ പെയ്ഡ് പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിരുന്നു. തുടർന്നും അവിടെ തന്നെ ആ പോർഷൻസ് ഇടയ്ക്കൊരു ബ്രേക്ക്, ഒന്ന് ആളുകളൊക്കെ ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. അപ്പം അതിനു മുമ്പായിട്ട് ഇന്ന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് എങ്ങനെയാണ് നമുക്ക്, പ്രത്യേകിച്ച് കുട്ടികളൊന്നും ഈ പ്ലാറ്റ്ഫോമിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, എങ്കിലും തീർച്ചയായിട്ടും നമുക്കെല്ലാം മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവരാണ്. അപ്പൊ ഈ ഒരു ടെക്നിക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ഈ വീഡിയോ ഒന്ന് കാണിച്ചാൽ തീർച്ചയായിട്ടും അവർക്കത് പ്രയോജനകരമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. സോ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സുജിത്തിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സുജിത്, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാവരും തന്നെ ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയാണ് വിഷ്വലൈസേഷൻ പവർ. ശരിക്കും ഞാനിതിന് ഈ അടുത്തിടയ്ക്ക് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത 2 ബുക്കുകൾ വായിക്കുന്നുണ്ട്. ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, അതുപോലെ തന്നെ ജോസഫ് മർഫിയുടെ ബുക്കാണ്. അതുപോലെ തന്നെ ജോൺ ബൈൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക്. ഇത് വായിച്ചവരാരെങ്കിലും ഉണ്ടോ? രണ്ടും വായിച്ചിട്ടുണ്ട്. ഗംഭീര ബുക്കാ രണ്ടും. ശരിക്കും ഇതിലെല്ലാം ഒരു തീം ഒന്നാണ്. കാരണം എല്ലാ മനുഷ്യരിലും അപരിമേയമായിട്ടുള്ള ഒരു ശക്തിയാണ് നമുക്കെല്ലാവർക്കും ഉള്ള, ദൈവം തന്ന ഏറ്റവും മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കുള്ള ഒരു പവറാണ് ചിന്തിക്കാനുള്ള കഴിവ്, അഥവാ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനശേഷി. ആ ഒരു പവർ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തത് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ നമ്മുടെ വിഷ്വലൈസേഷൻ ആൻഡ് ഇമാജിനേഷൻ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ സംസാരിച്ചിരുന്നു. ഇമാജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് വിഷ്വലിന്റെ എഫക്റ്റ് ഇല്ലാതെ, പിക്ചറുകൾ ഇല്ലാതെ നമ്മളുള്ളിൽ ഒരു സങ്കല്പത്തിനെയാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അതിനെ ദൃശ്യവൽക്കരിക്കുന്നു. അതായത് നമുക്കെല്ലാവർക്കും നമ്മൾ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ദ്വൈതം അദ്വൈതം എന്ന് പറഞ്ഞുണ്ട്. ദ്വൈതം എന്ന് പറഞ്ഞാൽ പുറത്ത് നമ്മൾ കാണുന്നു, മറ്റത് അദ്വൈതം എന്ന് പറയുന്നു നമ്മുടെ ഉള്ളിലുള്ള, കാണാൻ കഴിയാത്ത, നമുക്ക് വിഷ്വലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കാഴ്ച, പിക്ചറൈസേഷനുമായിട്ട് ബേസ് ചെയ്ത് നിൽക്കുന്നു. ബാക്കി എല്ലാ പാട്ടുകളും, അതായത് നമുക്ക് നമ്മുടെ ഫീലിങ്സ് വ്യത്യാസമാണ്. ജനിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫീലിംഗ് ആണ് നമ്മൾ ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടായിരുന്നതെങ്കിൽ, പിന്നീട് നമ്മൾ കാണുന്നു, കാഴ്ചകൾ സ്റ്റോർ ചെയ്യുന്നു, നമ്മുടെ മെമ്മറി യൂണിറ്റിൽ വെച്ചുകൊണ്ട് നമുക്ക് ദൃശ്യവൽക്കരിക്കാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുന്നത് പോലെ തന്നെ നമ്മൾക്ക് സങ്കല്പം രചിക്കാൻ സാധിക്കും. ഒരു ബുക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് ദൃശ്യവൽക്കരിച്ച് വായിക്കാൻ സാധിക്കും. കാരണം പുസ്തകം വായിച്ചതിന് ശേഷവും നമുക്ക് നമ്മുടെ ഉള്ളിലൂടെ അതിനെ ദൃശ്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ബോധപൂർവം. അതൊരു സ്കില്ലാണ്. ശരിക്കും ടാലന്റ്, സ്കില്ല് തമ്മിൽ വ്യത്യാസമുണ്ട്. പാട്ടുപാടാനുള്ള കഴിവിനെയൊക്കെ നമുക്ക് ടാലന്റ് ആയിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ, പ്രസംഗിക്കാനുള്ള കഴിവ് നമ്മൾ സ്കില്ലായിട്ടാണ്. നമുക്ക് ഏതൊരു സ്കില്ലും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ 3 ഇന്റർസെക്ടർ വേണമെന്നാണ് പറയുന്നത് സാധാരണ. വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു ആൻഡ് വാണ്ട് ടു ഡു എന്ന് പറയും. അതിൽ വാണ്ട് ടു ഡു ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ശരിക്കും ഒരു ദൃശ്യവൽക്കരണം, ഇല്ലെങ്കിൽ നമ്മൾക്ക് വിഷ്വൽ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ
ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ആണ്. ഞാൻ ക്ലാസ്സിലാണല്ലേ, ഞാൻ വിളിക്കാം. ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ആണ്, സർഗാത്മകമായ വിഷ്വലൈസേഷൻ. ശരിക്കും അമേരിക്കയിൽ തന്നെയുള്ള ശരിക്കും 7 ഹാബിറ്റ്സ് ഒക്കെ വായിക്കുന്ന സമയത്ത് അത് കുട്ടികളിലേക്ക്, അതായത് ശരിക്കും ഒത്തിരി കുട്ടികളിൽ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി ആ ഒരു ഹാബിച്വൽ പാറ്റേൺസ് ഫോളോ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊരു വ്യക്തിയും വിജയിക്കുന്നവർ സ്ഥിരമായി വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു, പരാജയപ്പെടുന്നവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ട് എന്ന ചിന്ത ഒരുപാട് കാലമായിട്ട് ജോണ്ടാബേനെ അലട്ടിയിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം അതിനുശേഷം ശരിക്കും ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ ബുക്കുകൾ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ടാവും. ഫിക്ഷൻസ് ആയിട്ടുള്ള നോൺ ഫിക്ഷൻ ബുക്കുകൾ അധികം അമേരിക്കയിലാണ്. ശരിക്കും നമ്മൾ ബ്രിട്ടന്റെ ഒരു ഇതാണ് ഫോളോ ചെയ്യുന്നത്. അത് കുറച്ചും കൂടി ശരിക്കും റിയാലിറ്റിയുമായി കണക്ട് ചെയ്യുന്നത് ശരിക്കും സക്സസ് ലിറ്ററേച്ചേഴ്സ് എല്ലാം തന്നെ അമേരിക്കയിലാണ്. നമുക്ക് 7 ഹാബിറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഒട്ടനവധി പുസ്തകങ്ങളും അത്തരം ആളുകളുള്ളത് അമേരിക്കയിൽ. ആ ഒരു കൺസെപ്റ്റ് അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നിന്ന് ഒരു പഠനം നടത്തി ഒരുപാട് പേർ എന്നാൽ സക്സസ് ആയ ഒത്തിരി ആളുകളെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ആ പുസ്തകത്തിലെ സക്സസിന്റെ സീക്രട്ട് എഴുതുന്നത്. ദ സീക്രട്ട് ഓഫ് ദി സക്സസ് എന്ന് പറയും. അതുപോലെ തന്നെ ജോസഫ് മർഫിയുടെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഏകദേശം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്താകമാനം റവല്യൂഷണറി ആയിട്ടുള്ള മാറ്റമുണ്ടാക്കിയ ഒട്ടനവധി ആളുകളിലേക്ക് ആ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് പരിവർത്തനം ഉണ്ടാക്കിയ ഒരു കൺസെപ്റ്റാണ് ശരിക്കും ലോ ഓഫ് അട്രാക്ഷനും വിഷ്വലൈസേഷനും ഒക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് വിഷ്വലൈസേഷൻ ആൻഡ് ഇമാജിനേഷൻ തമ്മിൽ വ്യത്യാസം സംസാരിച്ചു. അത് നമുക്ക് എങ്ങനെ വിഷ്വൽ ചെയ്യാം, അതിൽ വിഷ്വലൈസേഷൻ, പിക്ചറൈസേഷൻ, വെർബലൈസേഷൻ, ക്രിസ്റ്റലൈസേഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത്. അതില് എന്തുകൊണ്ടാണ് വിഷ്വൽസ് നമ്മളെ കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ടെൻഡൻസീസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്വാധീനിക്കുന്ന, അതായത് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അത് നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ടച്ച് ചെയ്യുന്നത്, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്, സ്മെല് ചെയ്യുന്നത്, അതേപോലെ അതായത് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും നമ്മളുടെ ഒരു തോട്ട് ഫോം ചെയ്യുന്നത്. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്ന് പറയും. ഗാർബേജ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട്സ് ആണ് നമുക്ക് പുറത്തു വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പവർ ആയിട്ടുള്ള, അതായത് മനുഷ്യരാശി തന്നെ ഇത്രയധികം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ, ഒരുപാട് മാറ്റം നമുക്കറിയാം, മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യന് മാത്രമാണ് ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ കാലത്തിനനുസൃതമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് AI-യുടെ ChatGPT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ലോകം കീഴടക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഇതെല്ലാം എവറിത്തിങ് ക്രിയേറ്റഡ് ഇൻ ചോയ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇൻ മൈൻഡ്, സെക്കൻഡ് ആക്ച്വൽ ക്രിയേഷൻ എന്ന് പറയും. ഏതൊരു കാര്യവും സൃഷ്ടിക്കപ്പെടുന്നത് 2 തരത്തിലാണ്. ഒന്ന് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ ആശയങ്ങളായിട്ട് സൃഷ്ടിക്കപ്പെടുന്നത് തന്നെയാണ്, അതായത് ദൃശ്യവൽക്കരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കിന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ, സർഗാത്മകമായ ദൃശ്യവൽക്കരണം. സാധാരണഗതിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ സോഷ്യൽ മീഡിയ ആയിക്കൊള്ളട്ടെ, നമ്മളുടെ മറ്റുള്ള മീഡിയകളിലെല്ലാം തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സെർച്ച് ചെയ്തു പോകുന്നത് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ അല്ല നമുക്കുണ്ടാവുന്നത്. കാരണം നമുക്കിന്ന് ഇലക്ഷനൊക്കെ എടുത്തു വരികയാണ്. നമുക്ക് ചാനലുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അവിടെ നടക്കുന്ന ചർച്ചകളെല്ലാം തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള, അതായത് മറ്റുള്ളവരുടെ നെഗറ്റീവിനെ, ഇല്ലെങ്കിൽ നെഗറ്റീവ് ഇല്ല, ശരിക്കും പറഞ്ഞാൽ ലിമിറ്റേഷൻസ് ആൻഡ് സ്ട്രെങ്ത് മാത്രമാണുള്ളത്. ആ ലിമിറ്റേഷനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഒരു സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മളിൽ ഉണ്ടാക്കുന്നത് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ അല്ല. നമുക്കെങ്ങനെ ബോധപൂർവം ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് എക്സ്പെഷ്യലി കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇന്ന് നമ്മുടെ കുട്ടികൾ എക്സാമിനെയൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് അവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ കൊണ്ടുവരികയാണ്. ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ, അതിന് നമുക്ക് എങ്ങനെ പിക്ചറൈസേഷനിലൂടെ അത് സാധ്യമാക്കാം. അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് തന്നെ നമ്മുടെ തോട്ട്സ് ഫോം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ നമുക്ക് നമ്മളുടെ കാണുന്ന കാഴ്ചകൾ, നമ്മൾ എന്തൊക്കെ കാണണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും.
എന്ത് കേൾക്കണമെന്ന് തീരുമാനിക്കാൻ സാധിക്കും, ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ സാധിക്കും. കാരണം നമ്മളുടെ മുമ്പിൽ വരുന്ന എല്ലാ വസ്തുക്കളിലും തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. അത് തിരഞ്ഞെടുക്കുക. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവര് എക്സാമിലേക്ക് ഫേസ് ചെയ്യുന്ന സമയത്ത് അവർ പ്രാക്ടീസ് ചെയ്യേണ്ട ദൃശ്യവൽക്കരണം എന്ന് പറയുന്നത് ഒരു സക്സസ്, അതായത് റിയൽ ആയിട്ടുള്ള സക്സസ് സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക്, ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതായത് ഒരു വിജയിയുടെ മനോഭാവം അഥവാ ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ വിജയിയുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മളുടെ വേർഡ് അനലൈസേഷൻ സ്റ്റാറ്റിക്സ് ആൻഡ് പിക്ചറൈസേഷൻ. വേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയുടെ ഒരു ബഹിഷ്പുരണം. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാക്കുകളിലൂടെയാണ്. അതുപോലെ തന്നെ പിക്ചറുകൾ, കാരണം നമ്മൾ അറിയാം, നമ്മൾ ചെറിയ രണ്ട് തരത്തിലാണ് നമ്മുടെ തലച്ചോറിൽ മെമ്മറീസ് വരുന്നത്. ഒന്ന് ഫീലിംഗ് ആയിട്ടാണ്, രണ്ടാമത് പിക്ചർ ആയിട്ടാണ്. നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിക്ചറുകളായിട്ടാണ്. ഇതിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് റിയൽ ആയിട്ടുള്ള സക്സസ് സംഭവിക്കുന്നത്. വാട്ട് എവർ ദ മൈൻഡ് ക്യാൻ കൺസീവ് ആൻഡ് ഇറ്റ് ക്യാൻ അച്ചീവ് എന്ന് പറയുന്ന പോലെ മനുഷ്യ മനസ്സിന് സങ്കല്പിക്കാനും വിശ്വസിക്കാനും കഴിയുന്ന എന്താ എല്ലാം നേടാൻ കഴിയും എന്ന് പറയും. ഈ വിശ്വാസം അഥവാ കോർ ബിലീഫ് സിസ്റ്റത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് വരുന്നത് നമ്മുടെ എക്സ്പീരിയൻസിനെ നമ്മുടെ ഫീലിംഗുമായി കണക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്കറിയാം, ലോകത്താകമാനം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകള് ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും ഇമോഷനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ദൃശ്യവൽക്കരിക്കാൻ പ്രാക്ടീസ് ചെയ്യാം. ഇതൊരു പ്രാക്ടീസാണ്. ഇത് നമ്മുടെ കുട്ടികളെയും നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവര് അതായത് പണ്ടുണ്ടായിരുന്ന, ഇപ്പൊ നമുക്ക് മുമ്പുണ്ടായിരുന്ന വായനയിലൂടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇമാജിനേഷൻ ആണ് അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. വായിച്ചതിന് ശേഷം അതിൽ നിന്നും നമ്മളൊരു സങ്കല്പ ലോകത്തെ ദൃശ്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത്, പഴയ കാല പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മള് തകഴിയുടെ പുസ്തകങ്ങളും MT വാസുദേവന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് അത് ദൃശ്യവൽക്കരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ കുട്ടികള് ഈ ദൃശ്യവൽക്കരണം അധികവും കൂടുതൽ വിഷ്വൽ മീഡിയാസിനെ നമ്മൾ ആശ്രയിക്കുന്ന സമയത്ത് നമ്മളുടെ ഇമാജിനേഷൻ പവർ കുറയുന്നുണ്ട്. അതായത് നമ്മൾ വിഷ്വലുകൾ കണ്ടുപോകുന്നു, അതത്ര ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മളുടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇമാജിനേഷൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതായത് സർഗാത്മക ചിന്തയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഭാവനയെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ശരിക്കും ഒന്ന് പറയുന്നത്, നമ്മളുടെ ചിന്തകൾ ഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ള റോ മെറ്റീരിയൽ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയണം. കാരണം ആ ഒരു ഫോക്കസിങ് ആൻഡ് കോൺസെൻട്രേഷൻ, ഇപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റ് ലിസണിങ് എന്നൊക്കെ പറയുന്നത് പോലെ, ഏതൊരു വിഷയത്തിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ വിഷയവുമായിട്ട് നമ്മൾ എഫോർട്ട്ലെസ്ലി ലേൺ ചെയ്യുക എന്നുള്ളതാണ്. എഫോർട്ട് ഇല്ലാതെ, അതായത് അതിവേഗ പുസ്തക വായനയൊക്കെ പോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും എഫോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ശരിക്കും ദൃശ്യവൽക്കരിക്കാൻ സാധിക്കില്ല. അതേസമയത്ത് എഫോർട്ട്ലെസ്ലി റീഡ് ചെയ്ത് പോയിട്ട് മൈൻഡിലൂടെ റീഡ് ചെയ്യുക, അതായത് ദൃശ്യങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മൾ NLPയിലൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ ആ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം നമ്മുടെ തലച്ചോറിൽ വർക്ക് ചെയ്യുക. അതായത് തലേ ദിവസം വായിച്ചതിന് ശേഷം രാവിലെ അത് മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക. അതെന്താണ് ഉള്ളത് എന്ന് നമ്മൾ മൈൻഡിലൂടെ ഓടിച്ചുകൊണ്ട് അത് ചെറിയ ഷോർട്ട് നോട്ട് എഴുതുന്ന ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കത് ഫീലിംഗുമായിട്ട് കൂടി കണക്റ്റഡ് ആവും. അതായത് ഫീലിംഗ്, നമ്മുടെ ഇമോഷൻസ്, അതായത് അത് ഇമോഷനായി മാറും. ഫീലിംഗ് ആയിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ തോട്ടിനെ ഇമോഷനാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊരിക്കലും മറക്കില്ല. ഞാൻ പുസ്തകം വായിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡ് അതാണ്. ശരിക്കും അത് ഫീൽ ചെയ്തു പോകും. ഇപ്പോ ഷെർലക് ഹോംസിന്റെ ബുക്കുകളൊക്കെ വായിക്കുന്ന സമയത്ത് വാട്സൺ ആയിക്കൊണ്ട് അതിലൂടെ ഇങ്ങനെ സങ്കല്പിച്ച് കടന്നു പോകുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ മറക്കില്ല. കാരണം നമ്മൾ ഫീലിംഗുമായി കണക്റ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓർത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഫീലിങ്ങിനെ ബുദ്ധിമുട്ടിക്കുന്നത് അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം അത് നമ്മുടെ മെമ്മറിയിൽ നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് ക്രിയേറ്റീവ് വിഷ്വലൈസേഷനും ആ രീതിയിൽ തന്നെ സർഗാത്മകതയെ ഉത്തേജിപ്പിക്കാൻ സാധിക്കും.
അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്പർ 1 എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന റോ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മളുടെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നിന്നും നമ്മൾ ഫോക്കസ്ഡ് ആയി മാറുക, അതായത് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അത് ഹാബിറ്റായി മാറ്റുക എന്നുള്ളതാണ്. ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഹാബിറ്റാക്കി മാറ്റണമെങ്കിൽ അതിന് ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഉണ്ട്. ശരിക്കും വീക്കിലി എന്ന് പറയുന്നത് പോലെ തന്നെ 3 ആഴ്ചകൾ കൂടുമ്പോൾ 21 ദിവസം എന്ന് പറയും. ശരിക്കും 28 ദിവസമാണ് ശരിക്കും നമുക്കൊരു ഹാബിച്വൽ ഫോർമേഷന് വേണ്ടി വരുന്ന ഒരു പീരീഡ്. അതായത് ഒരു മുട്ട വിരിയുന്ന, മുട്ടയിൽ നിന്നും കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ തന്നെ അത് പിന്നീട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും 28 കെട്ട് എന്നൊക്കെ പറയുന്നത്. ഒരു കുട്ടിയെ 28 കെട്ട് ഉണ്ട്, അതുപോലെ തന്നെ 40 നടത്താറുണ്ട്. 40 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതേ രീതിയിൽ ബോധപൂർവം നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസി എന്ന് പറഞ്ഞ സ്റ്റേജിലെത്തും. അതായത് ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറയും. കാരണം നമ്മൾ ആ ഒരു രീതിയിലേക്ക് ട്രാൻസ്ഫോം ആയി മാറും, ട്രാൻസ്ഫോർമേഷൻ മോഡ്. അതിന് വേണ്ടത് ന്യൂ സ്കിൽ സെറ്റ്, ന്യൂ മൈൻഡ് സെറ്റ്, ന്യൂ ടൂൾ സെറ്റ് എന്ന് പറയും. നമുക്ക് സ്കിൽ സെറ്റ് വേണ്ടത് ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡിലാണ്. അതുപോലെ തന്നെ ടൂൾ എന്ന് പറയുന്നത് നമുക്ക് സോഷ്യൽ മീഡിയ, നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളെല്ലാം തന്നെ നമ്മുടെ ടൂളുകളാണ്. അപ്പം നമ്മൾ എന്തിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നമ്മുടെ തലച്ചോറിലേക്ക് കടത്തിവിടുന്ന സമയത്ത് ആദ്യമൊക്കെ നമുക്ക് ഒരു അസ്വസ്ഥതയുണ്ടാവും. ഒരു ഹാബിറ്റ് നമ്മൾ ഫോം ചെയ്യുന്നതിന് സമയത്തുള്ള അസ്വസ്ഥത പതുക്കെ എഫോർട്ട്ലെസ്ലി ആയി ബോധപൂർവം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക്, അതായത് ഇത്രയും കാലഘട്ടം കൊണ്ട് നമ്മളിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പാറ്റേണിനെ നമുക്ക് മാറ്റാൻ സാധിക്കും, ഒരു മനോഭാവത്തിന് നമുക്ക് മാറ്റാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂളാണ് പിക്ചറൈസേഷൻ എന്ന് പറയുന്നത്. പിക്ചറുകൾ, അതായത് നമ്മൾ അത് ഫീലിംഗുമായി കണക്ട് ചെയ്യാൻ വേണ്ടി പിക്ചർ സഹായിക്കുന്നുണ്ട്. എപ്പോഴൊക്കെ നമ്മൾ റൂമിൽ എണീറ്റ് വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന രീതിയിൽ പിക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ലക്ഷ്യം എന്നുള്ളതും നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് അതിനെ പിക്ചറൈസ് ചെയ്ത് വെച്ച് നമ്മൾ ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമ്മുടെ മെമ്മറിയിൽ ഒരു ട്രിഗറിങ് ഉണ്ടാവും. ആ ട്രിഗറിങ്ങിലൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ വിഷ്വൽ ചെയ്യും. അതായത് ആ പിക്ചർ കാണുന്ന സമയത്ത് നമ്മൾ അതുമായി കണക്ട് ചെയ്ത് തോട്ട് ഫോം ചെയ്യും. അത് ഏറ്റവും കൂടുതൽ നമ്മൾ മെഡിറ്റേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിറ്റേഷനിലൂടെ കടന്നു പോകുന്ന സമയത്തും നമുക്കിത് കടത്തിവിടാവുന്നതാണ്. അപ്പൊ പിക്ചറൈസേഷൻ അഥവാ വിഷൻ ബോർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കുട്ടികളെ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കും ഹെൽപ്പ് ചെയ്യാം. അത് എങ്ങനെ ഫീലിംഗ് ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു വാഹനമാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വാഹനം ഏതാണ് എന്ന് തീരുമാനിക്കുകയും ആ വാഹനത്തിന്റെ അടുത്ത് പോകുകയും ഒരു ഷോറൂം സന്ദർശിക്കുക, ആ വാഹനത്തിൽ കയറിയിരിക്കുക, അതൊന്ന് ഫീൽ ചെയ്യുക, പറ്റുമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അങ്ങനെ ഫീൽ ചെയ്യുന്ന, അതായത് ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ എങ്ങനെയാണോ മോഹൻലാല് കുട്ടികളുടെ ഉത്തരം തെറ്റാതിരിക്കാൻ വേണ്ടി പോലീസ് എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും അത് രൂഢമൂലമാക്കാൻ വേണ്ടി ദൃശ്യത്തിന്റെ സപ്പോർട്ട്, അതായത് ഓരോ സ്ഥലങ്ങളെയും ഫീൽ ചെയ്യിച്ചിട്ടാണ് കുട്ടികൾ അത് തന്നെ പറയുന്നത്. ബിരിയാണി കഴിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ പോകുന്നു, ധ്യാനത്തിന്റെ CD കാണുന്നു, ആ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും. അപ്പം നമ്മളുടെ വിജയത്തിന് എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഗോൾ ഉണ്ടാവുക, എഫോർട്ട്ലെസ് ആയിരിക്കുക, എഫോർട്ട് ഇല്ലാതെ ട്രൈ ചെയ്യുക. കാരണം എഫോർട്ട് എപ്പോഴൊക്കെ വരുന്നോ ആ സമയത്ത് നമുക്ക്, അതായത് കോൺസെൻട്രേറ്റ് എഫോർട്ട്ലെസ്ലി, നമ്മൾ ഭാഷ പഠിക്കുന്നത് പോലെ. ഇതിനെ സബ് കോൺഷ്യസ് ലേണിംഗ് സിസ്റ്റം എന്നാണ് പറയുന്നത്. മലയാള ഭാഷ നമ്മൾ പഠിച്ചത് ഒരു എഫോർട്ടും ഇല്ലാതെയാണ്, പക്ഷെ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എഫോർട്ടോട് കൂടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രമാത്രം നമ്മൾ എഫോർട്ട് എടുക്കുന്നോ അത്രമാത്രം കോംപ്ലിക്കേറ്റഡുമാണ്, കാരണം അവിടെ ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പം ഒന്ന് പിക്ചറൈസേഷൻ എന്ന് പറഞ്ഞു. പിക്ചറുകളുടെ സപ്പോർട്ടോടുകൂടി വിഷൻ ബോർഡ് ഉണ്ടാക്കുക. അതിനു മുമ്പ് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളെ പുനർനിർണയിക്കുക. അപ്പം എക്സാമിനൊക്കെ ചെല്ലുമ്പോൾ, അതുപോലെ തന്നെ ഈ മത്സര പരീക്ഷകൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കായികമായ മത്സരങ്ങളൊക്കെ നടക്കുന്ന സമയത്തും അവർ മെഡിറ്റേഷൻ ചെയ്യുകയും വിഷ്വലൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണ്. ഒരുപക്ഷെ ഓസ്ട്രേലിയൻ ടീമിനൊക്കെ ഇന്ത്യൻ ടീമിന്റെ ഒക്കെ മേലെ ഒരു അതീശത്വം ഇല്ലെങ്കിൽ ഒരു ആധിപത്യം ഉണ്ടാവുന്നത് അവരുടെ മനോഭാവത്തിലാണ്. കാരണം അവരെപ്പോഴും ഫൈറ്റേഴ്സ് ആണ്, ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവരുടെ വിഷ്വൽസ് എപ്പോഴും അവർ വിഷ്വലൈസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് സക്സസ് ആണ്. ആ വിജയിക്കുന്ന, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് സക്സസ് ആണ്. ആ ഒരു സക്സസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനുശേഷമുള്ള ആ ഒരു അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ടോട്ടൽ ബോഡി ആൻഡ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നത് കാണാം. അതേസമയത്ത്
പരാജയത്തിന്റെ ഒരു കണികയെങ്കിലും, അതായത് കിണറ്റിൽ ഒരു തുള്ളി വിഷമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിഷം ഒഴിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ അതായത് ലിമിറ്റേഷൻസ്, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് അധികവും പരാജയം. അതായത് ശരിക്കും പറഞ്ഞാല് ഒരു കൽപ്പവൃക്ഷത്തിന്റെ കഥ അതിൽ പറയുന്നുണ്ട്. കൽപ്പവൃക്ഷത്തിന്റെ ചോട്ടിൽ ചെന്ന് നമ്മൾ എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും അത് ലഭിക്കുന്നു. അപ്പം ഭൂതം വരുമോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഭൂതം വരുന്നു, എന്നെ കൊല്ലുമോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ കൊല്ലപ്പെടുന്നു എന്നാണ്. അപ്പൊ ശരിക്കും ഈ വിഷ്വലൈസേഷന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മളുടെ സക്സസ് അതേപോലെ നമുക്ക് എന്തും, അതാണ് പറയുന്നത് എവറിത്തിങ് ഇൻ ക്രിയേറ്റഡ് ഇൻ ചോയ്സ്, ഫസ്റ്റ് ഇൻ മൈൻഡ്, സെക്കൻഡ് ആക്ച്വൽ. മനസ്സിൽ സൃഷ്ടിക്കപ്പെടാത്ത ഒന്നും ആക്ച്വലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. കാരണം പറക്കാൻ വേണ്ടി ഉള്ള ആഗ്രഹം ആദ്യം ജനിക്കുന്നു, അതിനുവേണ്ടി അത് ആദ്യം പറക്കുന്നതായി സങ്കല്പിച്ചിട്ടാണ് റൈറ്റ് സഹോദരന്മാർ ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. അതേപോലെ വാഹനങ്ങളായിക്കൊള്ളട്ടെ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇത് തന്നെ, അതായത് ഇപ്പൊ നമ്മൾ സൂം പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം ഇത് ഒരാളുടെ മനസ്സിൽ നിന്നുണ്ടായ ആശയത്തിൽ നിന്നാണ് ഈ ഒരു കൺസെപ്റ്റ്, ഇപ്പൊ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പോയിന്റ്, വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന നമ്മളുടെ എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന അതിനെ നമ്മൾ ബോധപൂർവം തടയേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ എന്ത് കാണുന്നു, നമ്മൾ എന്ത് കേൾക്കുന്നു, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട്. നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നത് തന്നെയാണ് തിരിച്ചു വരുന്നത്. നമ്മുടെ ചിന്തകളിലായിട്ട് പുറത്തേക്ക് വരുന്നത് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ദൃശ്യവൽക്കരണത്തിന് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാം. കാരണം നമുക്ക് ഈ പിക്ചറൈസേഷൻ ഉണ്ട്. അതായത് ഈ പിക്ചറൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിംബങ്ങള് നമുക്കറിയാം, നമുക്ക് ഒരു ഇന്ത്യയിൽ തന്നെ വിജയിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു പവറാണ് അദ്ദേഹം എല്ലാത്തിനെയും ദൃശ്യവൽക്കരിക്കുന്നു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലെല്ലാം വേർഡുകൾ പോലും വളരെയധികം ശ്രദ്ധാപൂർവം യൂസ് ചെയ്തുകൊണ്ട് ആളുകളുടെ ഉള്ളിലേക്ക് ആ ഒരു പിക്ചറൈസേഷൻ മെത്തേഡ് ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം വിജയിക്കുന്നത്. അപ്പം നമ്മൾക്ക് ബോധപൂർവം നമ്മൾ എന്ത് കാണുന്നു, നമ്മൾ എന്ത് കേൾക്കുന്നു, നമ്മുടെ ഉള്ളിലേക്ക് വന്ന ഇൻഫർമേഷൻസ്. രണ്ട്, നമുക്ക് ആവശ്യമുള്ള നമ്മൾ എന്താണോ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള സെലിബ്രേഷൻ മൊമെന്റ്, ഇല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിരിക്കണം നമ്മളുടെ മനസ്സിൽ വരുന്നത്. അതായിരിക്കണം പിക്ചറുകളായിട്ട്. ഇപ്പൊ നമ്മളൊരു വീട് പണിയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളൊരു എഞ്ചിനീയറുടെ അടുത്ത് ചെന്ന് നമ്മൾ അതിന്റെ എലിവേഷൻ, അതേപോലെ തന്നെ ഡീറ്റെയിൽ സെക്ഷൻ പ്ലാനിനോടൊപ്പം തന്നെ നമ്മൾ എലിവേഷൻ, അത് വീട് പണിതതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് ഒരു 3D പിക്ചർ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അതിലേക്ക് എത്താനുള്ള പ്രവണത കൂടും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്ന ഓട്ടോ പൈലറ്റ് മെത്തേഡാണ്. അതായത് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണോ നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്നത്, നമ്മളൊരു എക്സ്പെർട്ട് ഡ്രൈവറായി മാറുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മൾ നീന്തൽ ഒരിക്കൽ പഠിച്ചാൽ മറക്കാത്തതുപോലെ, സൈക്ലിംഗ് പഠിച്ചാൽ മറക്കാത്തതുപോലെ, നമ്മൾ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ മറക്കില്ല. കാരണം അത് ഫീൽ ചെയ്ത് മെമ്മറികൾ കൊടുത്തുകൊണ്ട്, അതായത് ഫീലിംഗ് ആൻഡ് തോട്ട് ഇതിനെ സംയോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റ് ആണ് ഇമോഷൻസ്. വൈകാരികമായി കണക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സക്സസിലേക്ക് പോകാൻ വേണ്ടി. അതിലേക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ വിജയിയുടെ മനോഭാവം നമുക്ക് അറിയാം. വിജയിച്ച എല്ലാവരും, ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിക്കൊള്ളട്ടെ, ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടം നേടിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ വളരെയധികം പാഷനേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പാഷൻ, അതായത് ഫീലിങ്ങും തോട്ടും ഒരുമിച്ച് ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ അതിന് പാഷൻ എന്ന് പറയും. ആ പാഷൻ, അതായത് എപ്പോഴൊക്കെ നമ്മൾ അതുമായി കണക്ട് ചെയ്യുന്നു ഒരു ഡൊപ്പാമൈൻ ക്രിയേഷൻ ഉണ്ടാവും, അതിലൊരു ഓട്ടോ പൈലറ്റ് മോഡ് വരുന്നുണ്ടാവും. അതിലേക്ക് നമുക്ക് വളരെയധികം വേഗത്തിൽ എത്താൻ സാധിക്കും. അപ്പം നമുക്ക് വിഷൻ, പാഷൻ, ഡിസിപ്ലിൻ ആൻഡ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു പാഷനിലേക്ക് കണക്ട് ചെയ്യാനാണ് നമുക്ക് ഫീലിംഗ് ആൻഡ് ഇമോഷൻസ് കണക്ട് ചെയ്ത് ഒരു പാക്കായി മാറ്റുന്നത്. അപ്പം അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, ഒന്ന്, നമ്മളെല്ലാവരും തന്നെ, എനിക്കറിയാം ഈ കൂട്ടത്തിലുള്ള എല്ലാവരും തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ്. ആ മെഡിറ്റേഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ, അതായത് മനസ്സിനെ ശാന്തമാക്കുക എന്ന് പറയും. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാതെ തന്നെ മെഡിറ്റേഷൻ മോഡിൽ പോകുന്ന അവസ്ഥയുണ്ട്. അതായത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പും ഉണർന്നതിന് ശേഷവും നമ്മൾ മെഡിറ്റേഷൻ മോഡിലായിരിക്കും. അതായത് സബ് കോൺഷ്യസ് മോഡ് എന്ന് പറയും.
ലഹരി ഉപയോഗിക്കുന്ന പല ആളുകളും ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് അൺകോൺഷ്യസിലേക്ക് പോകുന്നത്. മദ്യപിക്കുന്ന ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവര് ബോധത്തോടു കൂടിയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഒരു പെഗ്ഗൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അവര് പകുതി ബോധത്തിലും പകുതി അബോധത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ് മെഡിറ്റേഷൻ മോഡ് എന്ന് പറയുന്നത്. ആ മോഡിലാണ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി വരുന്നത്. ഞാൻ അത് പറയുന്നത് അതിനുശേഷം അതിലേക്ക് പോകുന്നു, അതൊരു ഹാബിച്വൽ പാറ്റേൺ ആയി മാറുന്നു, അവരുടെ ആരോഗ്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒരു സാമൂഹ്യ വിനാശമായി മാറുന്നു. പക്ഷെ ഇത് നമ്മുടെ ഒരു മാനസികാവസ്ഥയാണ്, അത് നമുക്ക് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യാം. അതായത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പല്ലൊക്കെ തേച്ച് നിൽക്കുന്ന ആ സമയമില്ലേ, ആ സമയത്ത് നമ്മളുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എപ്പോഴൊക്കെ ബോധപൂർവം എത്താൻ പറ്റുന്നുവോ, അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഈ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം എപ്പം വേണേലും പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് എപ്പോഴും മൊബൈലില് ആ ഒരു പിക്ചർ, അതായത് നിങ്ങളുടെ കുട്ടികളുടെ ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക, അവരുടെ പാഷൻ മനസ്സിലാക്കുക, അവരുടെ ഫീലിംഗ് എവിടെയാണോ കണക്ട് ചെയ്തിരിക്കുന്ന ആ പാഷൻ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ലക്ഷ്യബോധം അവരിലേക്ക് ഉണ്ടാക്കിയെടുക്കുകയും ആ ലക്ഷ്യബോധത്തിനോട് ഫീലിംഗ് ആകത്തക്ക രീതിയിൽ അവർക്ക് എപ്പോഴൊക്കെ ഫോൺ ഓൺ ചെയ്യുന്നു, അവരുടെ സിസ്റ്റം എപ്പോഴൊക്കെ ഓപ്പൺ ചെയ്യുന്നു, ആ സമയത്തൊക്കെ ആ പിക്ചറുകൾ അവരുടെ മനസ്സിലേക്ക് വരണം. ആ പിക്ചറുകൾ ഈ പിക്ചറുകൾ കൂടി ചേരുമ്പോഴാണ് ദൃശ്യം വൽക്കുന്നത്. സിനിമയിൽ ഫിലിം ഉള്ളതുപോലെ തന്നെ അവര് ഇമാജിനേഷന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫീലിംഗിന്റെ സപ്പോർട്ട്, ആ ഫീലിംഗിന്റെ സപ്പോർട്ടോട് കൂടി അവരത് പ്രാക്ടീസ് ചെയ്യാൻ, നമ്മളടക്കം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സക്സസിലേക്ക് എത്താൻ ലോ ഓഫ് അട്രാക്ഷൻ അവിടെ വർക്ക്ഔട്ട് ചെയ്യും. ആ സമയത്ത് മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുകയുള്ളൂ. കാരണം നമ്മൾ ഫീൽ ചെയ്ത് തോട്ട് സപ്പോർട്ടോടുകൂടി പിക്ചറുകൾ നമ്മുടെ തലച്ചോറിൽ ഓടിച്ചാൽ ഒരിക്കലും മറക്കില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഞാൻ ആ രീതിയിലാണ് വായിക്കുന്നത്. ഞാനൊരു ബുക്ക് വായിച്ചതിന് ശേഷം ആ ബുക്ക് ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് കാണാതെ പറയാൻ പറ്റും. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ ആദ്യം മുതൽ അവസാനം വരെ സീൻ ബൈ സീൻ ആയിട്ട് പറയാൻ പറ്റും. കാരണം ഞാൻ വളരെ ചെറിയ പ്രായത്തിലേ അത് പ്രാക്ടീസ് ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ദൃശ്യവൽക്കരണം എന്ന് പറയുന്നത്. ഇപ്പൊ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബുക്കാണെങ്കിലും അത് ആ സീൻ ബൈ സീൻ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതായത് എല്ലാത്തിലും ഒരു പിക്ചറൈസേഷൻ ചെയ്തുകൊണ്ട് ആ മനസ്സിൽ റൺ ചെയ്യിക്കും. അതായത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് റൺ ചെയ്യുകയും ഷോർട്ട് നോട്ട് എഴുതുന്ന ശീലമുണ്ട്. ഇപ്പൊ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് ദൃശ്യവൽക്കരിക്കും. അതിനുവേണ്ടി ഷോർട്ട് നോട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ കേൾക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പോയിന്റുകൾ എഴുതി വെക്കുക, അതിനുശേഷം അത് റൺ ചെയ്യിക്കുക. അതായത് നമ്മുടെ ഭാവന ഉപയോഗിച്ചുകൊണ്ട് റൺ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഫീലിംഗ് ആയി മാറുന്നത്. നമ്മുടെ തോട്ടിനെ അത് വളരെയധികം എഫക്ട് ചെയ്യുന്നുണ്ട്. ആ തോട്ടുകൾ, അതായത് തോട്ട്സ് ലീഡ്സ് ടു വേർഡ്സ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാക്കുകളിലെ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്തും നമുക്ക് പോസിറ്റീവ് വേർഡ് ഉപയോഗിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. പോസിറ്റീവ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, അബാൻഡൻ മെന്റാലിറ്റി എന്ന് പറയും. എപ്പോഴും ഒരു സമൃദ്ധിയുടെ ചിന്ത വിളയിച്ചെടുക്കുക, എല്ലാത്തിലും ഈ അബാൻഡൻ മെന്റാലിറ്റി കൊണ്ടുവരിക. കാരണം നമുക്ക് തീർന്നു പോകും എന്നൊരു ഭയമുണ്ട്. കാരണം ലോകത്ത് നമുക്ക് ആവശ്യമുള്ള വിഭവങ്ങളെല്ലാം ഒട്ടനവധിയാണ്. ആ ഒരു മാനസിക തലത്തിലേക്ക് നമ്മൾ എത്തിയാൽ മതി. ആ അബാൻഡൻ മെന്റാലിറ്റി നമ്മൾ എല്ലാത്തിലും, നമുക്കിപ്പം റിച്ച് ഡാഡ്, റോബർട്ട് കിയോസാക്കിയുടെ ബുക്കുകളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം പറയുന്ന അബാൻഡൻ മെന്റാലിറ്റിയാണ്. ഒരു സമ്പന്നൻ എന്തുകൊണ്ട് അതിസമ്പന്നനായി മാറുന്നു എന്ന് ചോദിച്ചാൽ അവർക്കുള്ളത് അബാൻഡൻ മെന്റാലിറ്റിയാണ്. കാരണം അവർ തീർന്നു പോകുന്നതായി ഭയപ്പെടുന്നില്ല, അവർക്ക് വരുന്ന വരുമാനത്തെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല, അവർ കൂടുതൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ വിഷ്വലൈസേഷൻ പവർ ഉപയോഗിച്ചുകൊണ്ട്, അവർ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്നു. അവരെല്ലാം ഇൻവെസ്റ്റർ കാഡർ ഇതിലേക്ക് മാറുന്നു, ഹൈ ലെവൽ ബിസിനസ് ഓണേഴ്സ് ആയി മാറുന്നതിന്റെ പ്രധാന കാരണം അവർക്കുള്ള അബാൻഡൻ മെന്റാലിറ്റിയാണ്. കാരണം അവരധികവും പ്രാക്ടീസ് ചെയ്യാത്തത് ലോൺ എടുത്ത് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതും ലോണിന് പുറകെ പോകുന്നതിനപ്പുറത്തേക്ക് അവരെപ്പോഴും, ചിലപ്പോൾ ഒരു സമ്പന്നനായ ഒരാൾ ഒരു വാഹനം വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അയാൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഇതൊക്കെ നോക്കിയിട്ടും ഒരുപക്ഷെ ലാഭം നോക്കി വാഹനം വാങ്ങുന്നതായി കാണും. നമ്മളത് പിശുക്കായി കണക്കുന്ന ആ ഒരു മെന്റാലിറ്റിയാണ്. കയ്യിൽ പണമുണ്ട്, പക്ഷെ അവർ പണത്തിനെ കുറിച്ച് ചിന്തിക്കാതെ പണത്തിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് വിഷ്വലില് അവര് ഒരു സമ്പന്നത, അതായത് അതിസമ്പന്നത അവരെ വിഷ്വലൈസ് ചെയ്യുന്നു, അതിനെ പിക്ചറൈസ് ചെയ്യുന്നു, അത് റൺ ചെയ്യിക്കുന്നു. അപ്പം ദാരിദ്ര്യം, അപകടം, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ വാക്കുകളിൽ പോലും വരുന്നില്ല. ഞാനൊരു സമ്പന്നനാണ് എന്ന ബോധം അദ്ദേഹത്തിനെ സമ്പന്നനാക്കിക്കൊണ്ടിരിക്കുന്നു.
കാരണം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലും അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് സബ് കോൺഷ്യസ് ലേണിംഗ് സിസ്റ്റം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നത്. ഈ സബ് കോൺഷ്യസ് ലേണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എഫോർട്ട്ലെസ്ലി നമ്മളുടെ മൈൻഡ് പവർ ഉപയോഗിക്കുക. അതായത് സ്പീഡ് റീഡിങ്, ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന വളരെ സ്പീഡിൽ പുസ്തകം വായിച്ചു പോവുക, അതായത് അതിവേഗത്തിൽ വായിച്ച് കൂടുതൽ പോയി കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് നമ്മൾ ദൃശ്യവൽക്കരിക്കുക. നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ പ്രാവശ്യവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതായത് യൂസ് യുവർ ഹോൾ ബ്രെയിൻ എന്ന് പറയും. നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി, ബ്രെയിൻ മസിൽസ് വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുക. നമ്മൾ എങ്ങനെയാണോ പേശികളിൽ നമുക്ക് ബലം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ജിംനേഷ്യത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് എക്സസൈസ് ചെയ്യുന്നത് പോലെ നമ്മളുടെ ബ്രെയിൻ മസിൽസിനെ പവർ ചെയ്യുക, നമ്മുടെ ചിന്താശക്തിയെ പവർ കൂട്ടിക്കൊണ്ടുവരിക, വിഷ്വലൈസേഷൻ പവർ കൂട്ടുക. ഒറ്റ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആ വിഷ്വലൈസേഷൻ നമ്മുടെ തലച്ചോറിലൂടെ ഓടിക്കത്തക്ക രീതിയിൽ നമ്മുടെ ഭാവനയെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുക. ദൃശ്യവൽക്കരണത്തിലൂടെ സർഗഭാവനയെ ഉത്തേജിപ്പിക്കുക. ദൃശ്യവൽക്കരണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നമ്മളുടെ മുന്നിൽ നമ്മളുടെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക, അത് വായിക്കുക, ദൃശ്യവൽക്കരിക്കുക. അതുപോലെ അപ്പോൾ അവിടെ ഭാവന ഉത്തേജിപ്പിക്കപ്പെടും. പിക്ചറുകൾ ഉപയോഗിക്കുക, ദൃശ്യവൽക്കരിക്കുക, അതിനെ റൺ ചെയ്യിക്കുക. അതായത് വീടിന്റെ പിക്ചർ നമ്മൾ കാണുന്ന സമയത്ത് ആ വീടിനെ കുറിച്ച് ചിന്തിക്കുക, എങ്ങനെയുള്ള വീടാണെന്ന് വിചാരിക്കുക. അതിന് പോകുന്ന സമയത്ത് നമുക്കെല്ലാം കാണാൻ സാധിക്കും. എന്തായാലും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ദൃശ്യവൽക്കരണത്തെ കുറിച്ച് പറയാം. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്ന എവിടെയാന്ന് വെച്ചാൽ നമുക്കെല്ലാം ഇതിലൊരു ആവറേജ് ഏജ് ഗ്രൂപ്പ് ഒരു 40 വയസ്സായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഈ 40 വയസ്സുകാർക്കും ഒരു കൗമാര കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. നമ്മൾക്ക് എല്ലാവർക്കും കൗമാരം ഉണ്ടാവും. ആരെങ്കിലുമൊക്കെ പ്രണയിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? അതായത് നമ്മുടെ മനസ്സിൽ ഒരു പ്രണയം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരും പ്രണയിക്കുന്നല്ലോ. അല്ല, മുമ്പ് കൗമാര കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പയ്യനോട് ഇഷ്ടം തോന്നിയിരുന്നോ? ഇല്ല സാറേ, ഇല്ല. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് വേണമെന്ന് പറയും. കാരണം നമുക്കത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹോർമോൺസ് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുന്നതാണ്. കാരണം നമുക്കൊരു ഓപ്പോസിറ്റ് ഒരാളോട് നമുക്കൊരു ഫീലിംഗ് ജനറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. കാരണം ഫീലിംഗ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അത് കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാവും. അവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ ആ കാണുന്ന ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ, അതായത് പ്രണയിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫസ്റ്റ് ഇൻ സൈറ്റ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. കാരണം കല്യാണ വീട്ടിലോ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുന്ന സമയത്ത് കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടുന്ന സമയത്ത് ഒരു ഒരു ഫീൽ ഗുഡ് ഫാക്ടർ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടും. ഒരു ഫീൽ, ആ ഫീലിംഗുമായി കണക്ട് ചെയ്ത് ആ കുട്ടിയെക്കുറിച്ച് എപ്പോഴൊക്കെ ചിന്തിക്കുന്നുവോ ആ സമയത്ത് നമ്മുടെ ഹോർമോൺസ് സപ്പോർട്ട് ചെയ്യും. അപ്പം ഫീലിംഗ് ഇമോഷനായി മാറും. അതിനുശേഷം നമ്മൾ അവിചാരിതമായി പോകുന്ന സ്ഥലത്തെല്ലാം പെൺകുട്ടിയെ ചിലപ്പോൾ കാണാൻ സാധിക്കും, കോയിൻസിഡന്റ്ലി. അപ്പം ആ ഒരു ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ലോ ഓഫ് അട്രാക്ഷൻ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീട് പണി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ബ്ലൂ പ്രിന്റ് ഒക്കെ തയ്യാറാക്കി വീടുകളെ കുറിച്ചൊക്കെ ചിന്തിച്ച് എന്തൊക്കെ ഇന്ത്യയിൽ വേണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും വീട് പണി നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുവരെ നമ്മളൊരു പോയിട്ട് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും. ഇപ്പൊ നിങ്ങളൊരു വാഹനം, ഇപ്പൊ ഒരു ഹോണ്ട സിറ്റി വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ മേലെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് വാങ്ങാൻ വേണ്ടി അതിനെ ദൃശ്യവൽക്കരിക്കാൻ തുടങ്ങിയ സമയത്ത് എവിടെയൊക്കെ പോകുന്നുവോ അവിടെയെല്ലാം നമ്മള് ഈ ഹോണ്ട സിറ്റി കാർ കാണാൻ തുടങ്ങും. അവിടെ അത് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം ഈ ലോ ഓഫ് അട്രാക്ഷനും ദൃശ്യവൽക്കരണവും ഒക്കെ വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, അതായത് ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാത്ത ഒരുപാട് അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇല്ലെങ്കിൽ ബാലരമയും ബാലഭൂമിയൊക്കെ വായിച്ചിരുന്ന ഒരു ചൈൽഡ്ഹുഡ് നമുക്കുണ്ടായിരുന്നു. അപ്പം ഈ മുത്തശ്ശി കഥകളിലൊക്കെ പറയുന്നത് പോലെ വലിയ കൊമ്പുള്ള ഒരു ആന ഉണ്ടായിരുന്നു എന്നൊക്കെ, ഒരു രാക്ഷസനെയും രാക്ഷസിയും ഒക്കെ നമ്മൾ ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇമാജിനറി ആയിട്ട് ഉണ്ടാക്കിയിട്ട് അതിനുണ്ടാവുന്ന നമ്മുടെ മെമ്മറിയിലുള്ള അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ശീലിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജനറേഷൻ അവർക്ക് സ്പോട്ടിൽ ദൃശ്യങ്ങൾ കിട്ടുന്നത് കൊണ്ട് അവർക്ക് ഈ ഭാവന ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഭാവന ഉപയോഗിച്ചുകൊണ്ട് ദൃശ്യവൽക്കരണത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതൊരു ഹാബിച്വൽ പാറ്റേണിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ലേൺ ടീച്ച് ഡു അല്ല, ലേൺ ഡു ടീച്ച് അതിൽ ഉപയോഗിക്കാം. അതായത് നിങ്ങളൊരു പുസ്തകം എടുക്കൂ,
ഇപ്പം സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ച് ആദ്യ അവസാനം പേജ് ബൈ പേജ് ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയാൻ വേണ്ടി ദൃശ്യവൽക്കരിച്ച് പ്രാക്ടീസ് ചെയ്യൂ, അത് നോട്ട് ചെയ്യൂ. നാളെ ഒരു ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കൂ. തൊട്ടടുത്തുള്ള 2 പേരോട് അത് സംസാരിക്കൂ. നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ അത് ദൃഢമൂലമാകുന്നുണ്ടാവും. അങ്ങനെ ദൃഢചിത്തനായി മാറുന്നതിനെ, ദൃഢചിന്തയിൽ വരുന്നതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളത് വരുന്നു. അപ്പൊ നമ്മുടെ കുട്ടികളെയും നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടതുണ്ട്. അവരുടെ വേ ഓഫ് തോട്ട്, അതായത് പണ്ടൊക്കെ ആണെങ്കിൽ സുഹൃത്തുക്കളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ ദൃശ്യ മാധ്യമങ്ങളാണ് നമ്മുടെ കുട്ടികളെ നേരായ വഴിയിലും തെറ്റായ വഴിയിലും നടത്തിക്കുന്നത്. അതുകൊണ്ട് നേരായ വഴി ചൂസ് ചെയ്യുന്നതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അവർക്ക് അവരുമായി കൂടിയിരുന്ന് അവരുടെ ഭാവനയിൽ അവർ ആരാവണം, അവരുടെ ലക്ഷ്യം എന്ത്, അവരുടെ പാഷൻ എന്ത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മളുടെ കഴിവുകളെ, നമ്മുടെ ശ്രദ്ധയെ അതിലേക്ക് ശ്രദ്ധിക്കുക. അതിന് കോൺസെൻട്രേറ്റ് ലിസണിങ് പ്രാക്ടീസ് ചെയ്യുക, അവരെ മനസ്സിലാക്കുക. അതിനുവേണ്ടി അവരെ പടിപടിയായി കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ എന്ത് കാണരുത് എന്ന് പറയാനാണ് നമ്മൾ പഠിച്ചതെങ്കിൽ എന്ത് കാണണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ശീലിപ്പിക്കുക. എന്ത് ചെയ്യരുത് എന്നല്ല, എന്ത് ചെയ്യണം എന്ന് പറയുക. അതിനു മുമ്പിൽ ഒരു റോൾ മോഡലായി നിന്നുകൊണ്ട് ആ കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് വ്യക്തമായി നടക്കേണ്ട വഴി കാണിച്ചു കൊടുക്കുന്ന വഴികാട്ടികളായി നമ്മൾ മാറണം. രക്ഷകർത്തൃത്വം എന്ന് പറയുന്നതാണ്. നമ്മൾ രക്ഷകർത്താവായി മാറുമ്പോൾ നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ കർത്താവായി മാറുക, മുന്നോട്ട് നടക്കുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ AI ടൂളുകളൊക്കെ നോക്കിക്കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, വിരൽത്തുമ്പിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും, അവരിപ്പം ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്ക് ഡോക്ടേഴ്സിന്റെ പിക്ചറും എന്താണ് ഡോക്ടർ, അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിന്റെ വീഡിയോസ് കാണാൻ വേണ്ടി അവരോടൊപ്പം ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കണ്ട് അവരോട് വീഡിയോ കൊടുത്തതിന് ശേഷം നിങ്ങൾ അത് അതിനെക്കുറിച്ച് പറയൂ എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ചും അവരെ പ്രാക്ടീസ് ചെയ്യിക്കുക. അവർക്കൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക. വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ സഹായിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ വാക്കുകളിൽ എപ്പോഴും ഇനി ഒരിക്കലും സങ്കടം, ദുഃഖം, വിഷമം, വേദന, കഷ്ടപ്പാട്, ദാരിദ്ര്യം, ഇതൊക്കെ, അതായത് ഇനി അബാൻഡൻ മെന്റാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ കുട്ടികൾ ഒരു സാധനം വേണമെന്ന് പറയുമ്പോൾ അവരോട് പറയേണ്ടത്, മോനെ നിന്റെ അച്ഛൻ അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ എന്നുള്ളതല്ല. അവന് അതിന്റെ ശരി തെറ്റുകളെ നിശ്ചയിച്ചു അവൻ ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ. നമുക്ക് അത് അടുത്ത ബഡ്ജറ്റിംഗ്, അതായത് ഇപ്പൊ ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിംഗ്, അതുപോലെ തന്നെ രണ്ടാമത് പറയുന്ന കാര്യം എന്താണ് സാറേ, ബഡ്ജറ്റിനോടൊപ്പം തന്നെ എക്സ്പെൻഡിച്ചർ അല്ലെ. ബഡ്ജറ്റ് എന്ന് പറയുന്നത് അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് വരുന്ന വരുമാനം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിനെങ്ങനെ എക്സ്പെൻഡിച്ചർ, ഇത് രണ്ടും കൂടി ടാലി ആക്കി വരുന്ന സമയത്ത് ആ രീതിയിൽ ചിന്തിക്കുന്നത് പോലെ ഒരു ബഡ്ജറ്റ്, അത് നമുക്ക് മുന്നിലേക്ക് വരാനും ആ കുട്ടികൾക്ക് ബഡ്ജറ്റ് ഇടാൻ ചെയ്യുക. ഏതാണ് നിനക്ക് വേണ്ടത്, അതിന് എത്ര രൂപയാണ് വേണ്ടത്, അത് ആവശ്യമുള്ളതാണോ ഇല്ലയോ. അതായത് ആവശ്യമുള്ളതാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആവശ്യമുള്ളതാണോ ഇല്ലയോ, അത് അവന് പോസിറ്റീവ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യിക്കുന്നത്, അവന് വേണ്ടിയുള്ളതാണോ. നല്ലതാണെങ്കിൽ ബഡ്ജറ്റ് ഇടാൻ വേണ്ടി ശീലിപ്പിക്കുക. പിന്നീട് അടുത്ത ഒരു ഘട്ടത്തിലേക്ക്, അതായത് നമ്മളെപ്പോഴും നമുക്ക് സാമ്പത്തികമായി അച്ചടക്കം എന്നൊക്കെ പറയുന്നത് പോലെ, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതുപോലെ ബഡ്ജറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് ധനം ക്രിയേറ്റ് ചെയ്യുക. ആരോഗ്യം രോഗമല്ല, ആരോഗ്യം, നമ്മുടെ വാക്കുകളിൽ ആരോഗ്യമുള്ള ശരീരമാണ്, ആരോഗ്യമുള്ള, നമ്മൾ പ്രാർത്ഥനകളിൽ പോലും അത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്റെ കഷ്ടപ്പാട് മാറ്റണേ, എന്റെ ദുരിതം മാറ്റണേ, എന്റെ പട്ടിണി മാറ്റണേ, എന്റെ ദാരിദ്ര്യം മാറ്റണേ, അതേപോലെ തന്നെ ശത്രു, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ വാക്കുകളിൽ ഭാവനകൾ വിരിയട്ടെ. വിഷണറി ആയിട്ടുള്ള വേർഡുകളായിരിക്കണം നമുക്ക് മുന്നിൽ വരേണ്ടത്. കുട്ടികൾക്ക് മുമ്പിലേക്ക് ഭാവനയിലൂടെ, നമ്മുടെ ഭാവനയിലൂടെ ഒരു ശോഭനമായ ഭാവി, ശോഭനമായ ഒരു ഇന്ത്യ, ലോകത്തിൽ ഏറ്റവും വലിയ സമ്പന്നമാകുന്ന ഇന്ത്യൻ രാഷ്ട്രം, അതിൽ ഏറ്റവും വലിയ സമ്പന്നനായ വ്യക്തികളായി നാം ഓരോരുത്തരെയും വിഷ്വലൈസ് ചെയ്ത്, പിക്ചറൈസ് ചെയ്ത്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ചെയ്യുന്ന പോലെ ദാരിദ്ര്യം പറച്ചിലും കഷ്ടപ്പാടുകളും, അതായത് ഇരവാദ ഭീകരത എന്ന് പറയും. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് വിക്ടിം ഭീകരത എന്നൊക്കെ പറയുന്ന പോലെ. അതായത് നമ്മളെപ്പോഴും ഇരയാക്കപ്പെട്ടു എന്ന മനോഭാവം. പലപ്പോഴും പല കാര്യങ്ങളിലും വിക്ടിം കാർഡ് അത് യൂസ് ചെയ്യുന്നുണ്ട്. ATM കാർഡ് പോലെ തന്നെ നമ്മൾ വിക്ടിം കാർഡ് ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുക. കാരണം നമുക്ക് മുന്നിൽ സമൃദ്ധിയുടെ ഒരു ലോകം മുന്നിലുണ്ട്.
അതിനുവേണ്ടി നമ്മുടെ ലക്ഷ്യങ്ങളെ പുനർനിർണയിക്കുക. സമയത്തെക്കുറിച്ച് പറയുന്നില്ല. സമയം, അതായത് ലക്ഷ്യം ഗോളായി മാറുന്നതിന് ടൈം ബോണ്ട് ആയിട്ട് വരുന്ന സമയത്താണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് രണ്ട് ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടിക്കറ്റ് ഇഷ്യൂ ഇല്ല. എപ്പോഴാണ് വേണ്ടതെന്നും എവിടേക്കാണ് പോകേണ്ടതെന്നും പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇഷ്യൂ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു കാലഘട്ടത്തിനും കാലചക്രത്തിനും വിധേയരാണ്. അവരൊരു ചാക്രികമായ പ്രവൃത്തിയിലൂടെ കടന്നു വന്നവരാണ്. അവർക്ക് നമുക്ക് കാലത്തിനനുസരിച്ചുകൊണ്ട് നമുക്ക് അവരെ നമുക്ക് നമ്മുടെ പ്രായം എന്ന് പറയുന്ന ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയും. നമുക്ക് വിശാലമായ ചിന്തകളാവട്ടെ. ഈ ലോകത്തിന്, അതായത് ഈ ലോകത്തിന് നന്മ പകരുന്ന വലിയൊരു പ്രഭാവലയം നമ്മളിലേക്ക് ഉണ്ടാവട്ടെ. നമ്മുടെ കുട്ടികളെ നമ്മുടെ സ്കൂളുകളിൽ നല്ലതിനെ തേടാൻ വേണ്ടി, നന്മ തിന്മകളെ തിരിച്ചറിയാൻ വേണ്ടി, നന്മയെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി, അബാൻഡൻ മെന്റാലിറ്റിയിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടി, ദൃശ്യവൽക്കരിക്കുന്നതിന് വേണ്ടി അവരുടെ ഭാവനയെ, സർഗഭാവനയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം. രാവിലെ വിഷൻ ബോർഡ് നോക്കുക. അവരോടൊപ്പം അവർക്ക് ഉരുവിടേണ്ട, അവർക്ക് പറയേണ്ടുന്ന പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ്, അതായത് ദൃഢപ്രതിജ്ഞാ വാചകം, ദൃഢനിശ്ചയം, ദൃഢപ്രതിജ്ഞാ വാചകം, ദൃഢചിത്തത, സമചിത്തത മെഡിറ്റേഷനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ദൃഢചിത്തനായിരിക്കുക, ലക്ഷ്യത്തെക്കുറിച്ചുള്ള അവബോധവും, ലക്ഷ്യത്തിനെ എപ്പോഴും നമ്മുടെ തലച്ചോറിലെ ട്രിഗർ ചെയ്ത് ഓട്ടോ പൈലറ്റ് മോഡിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കട്ടെ. അതിന് ഇന്ന് വളരെ കുറച്ച് പോയിന്റേ പറഞ്ഞുള്ളൂ. ഒന്ന് എന്ന് പറയുന്നത് സർഗഭാവനയുടെ ഉത്തേജനം. നമ്മൾ ദൃശ്യങ്ങൾ, അതായത് ദൃശ്യവൽക്കരണത്തിന്റെ സഹായത്തോടുകൂടി സർഗഭാവനയെ ഉത്തേജിപ്പിക്കുക. കാരണം ദൃശ്യം നമുക്ക് ഒരുപാട് കിട്ടാനുണ്ട്. നമുക്ക് മൊബൈലിൽ ഒത്തിരി യൂട്യൂബൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട്. അത് ദൃശ്യവൽക്കരണമാണ്. ആ ദൃശ്യവൽക്കരണം നമ്മുടെ സർഗഭാവനയെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി പിക്ചറൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ചുമരുകളിൽ കുട്ടികളുടെ ലക്ഷ്യങ്ങൾ മുന്നിലേക്ക് വരട്ടെ. അവർ വിജയികളാവുന്നത് അവരുടെ സ്വപ്നങ്ങളിലേക്ക് വരട്ടെ. അബാൻഡൻ മെന്റാലിറ്റി അവർ പ്രാക്ടീസ് ചെയ്യട്ടെ. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ അതിലേക്ക് മാറുന്നുണ്ടാവും. അരുതുകളിൽ നിന്നും അരുതുകളെ വിട, ഇല്ലായ്മകളെ വിട. ലോകം അതിവിശാലമാണ്. സമൃദ്ധിയും സമ്പത്തും ആവോളമുണ്ട്. ആരോഗ്യപ്രദമായ ശരീരം നമുക്കുണ്ട്. നമുക്ക് സാധ്യതകളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് തേടിപ്പിടിക്കാൻ വേണ്ടി ഇരവാദ ഭീകരതയിൽ നിന്നും നമ്മുടെ കുട്ടികളെ വിജയിപ്പിച്ച്, ആ ഇരവാദം പറഞ്ഞുകൊണ്ട് ഞാൻ പെൺകുട്ടിയാണല്ലോ, നീ ഒരു പെൺകുട്ടിയാണ്, നമുക്ക് സാമ്പത്തിക ഇല്ല എന്നല്ല, ഈ നിങ്ങളുടെ നന്മയ്ക്കോ തിന്മയ്ക്കോ വേണ്ടിയുള്ള അത്യപൂർവമായ ഒരു സിദ്ധിവിശേഷം നമ്മളിൽ എല്ലാവരിലും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ കുട്ടികളുടെ സാധ്യത, അവയെ പരമാവധി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള വഴികാട്ടികളാവട്ടെ നാം ഓരോ രക്ഷകർത്താക്കളും. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായും ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം പരീക്ഷ വരുന്നു. ആരാണ് ആദ്യം തയ്യാറാകേണ്ടത്? കുട്ടികളാണോ അതോ മാതാപിതാക്കളാണോ, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആണോ? കുട്ടികൾ പരീക്ഷയിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു സ്ട്രെസ് നമ്മൾ അറിയാതെ തന്നെ ഫീൽ ചെയ്യും. പരീക്ഷയുടെ റിസൾട്ട് അല്ല, പക്ഷെ കുട്ടികളുടെ ചേഞ്ച് സൈക്കോളജിക്കലും അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള ചേഞ്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അതിനെക്കുറിച്ചുള്ളൊരു ടെൻഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി നമുക്ക് ഉണ്ടാകാം. ഇത്തവണത്തെ എക്സാമിനേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഫെബ്രുവരി അവസാനം തുടങ്ങി കഴിഞ്ഞാൽ തീരുന്നത് മാർച്ച് മാസത്തിലാണ്. അത്രമാത്രം ലെങ്തി എക്സാം. ജനറലി അങ്ങനെയാണ് എങ്കിലും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത്രയും കാലം പെട്ടെന്ന് എക്സാമിനേഷൻ വന്നു. പഴയകാലത്തെ 10ാം ക്ലാസ്സിൻ്റെ എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ 8 ദിവസം അല്ലെ 10 ദിവസം രാവിലെയും വൈകുന്നേരമായിട്ട് തീരുന്ന ആ ഒരു രീതി. പക്ഷേ 6 ദിവസം രാവിലെയും വൈകുന്നേരമായിട്ട് തീരുന്ന രീതിക്ക് പകരം ഇന്നിപ്പോൾ അങ്ങനെയൊന്നല്ല. നല്ല ആവശ്യമായ ഗ്യാപ്പൊക്കെ കൊടുത്ത് സ്ട്രെസ് ഒന്നും ഇല്ലാതെ കുട്ടികൾക്ക്. പക്ഷെ അത് തന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ സ്ട്രെസ് എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നാം. കുട്ടികൾക്കില്ലെങ്കിൽ പോലും നമുക്ക് തീർച്ചയായിട്ടും സ്ട്രെസ് ഉണ്ടെന്നുള്ളത് സത്യം. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിക് പാർട്ടാണ് എന്ന് വെച്ചാൽ എങ്ങനെ കുട്ടികളുടെ കൂടെ മാതാപിതാക്കൾക്ക് എത്താം. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ വിഷൻ ബോർഡ് എങ്ങനെ സെറ്റ് ചെയ്യാം, കുട്ടികൾക്ക് അത് എങ്ങനെ പ്രായോഗികമാക്കാം, ഇനി കുട്ടികൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അതെങ്ങനെ സെറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും ഒരു സീരീസ് ഓഫ് ക്ലാസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ എല്ലാ വേർഷൻസും
നമ്മൾ ഓരോ ദിവസവും ഓരോ ടൈപ്പാണ്. അതിലെല്ലാം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ടിപ്പുകളോട് കൂടിയായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ എന്നാണ് നമ്മുടെ ചിന്ത. തീർച്ചയായിട്ടും അതങ്ങനെ ഒരു പോയിന്റ് പറയാനുണ്ട്. പറയൂ. അതായത് നമ്മൾ ഓരോരുത്തരും ഗ്രാൻഡ് പാരന്റ്സ് ആണ്. ഇപ്പോ കുട്ടികളാരും ഇവിടെ ഇല്ല. നമ്മളുടെ മെന്റാലിറ്റി മാറ്റുക. അബാൻഡൻ മെന്റാലിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോൾ വിജയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി അല്ല, എഫോർട്ട്ലെസ്ലി. അതായത് അവരെ വിജയിയായിട്ട് നമ്മൾ കണക്കാക്കുക. അതായത് അവര് ജയിച്ച് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് തന്നെ നീ വിജയിയാണ്, അതായത് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതോ അവരുടെ മനസ്സിന്, അതായത് നമ്മൾ ദൃഢചിത്തരാവുക എന്നുള്ളതാണ്. നീ ജയിക്കും, എനിക്കറിയാം, നിന്നെ കൊണ്ടത് സാധിക്കും. അതായത് അവരെന്തെങ്കിലും ആകുലതകളോ വ്യഥകളോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആശ്വാസമായിരിക്കണം, സമാശ്വാസം നമുക്ക് കിട്ടും. അതായത് എപ്പോഴും നമ്മളുടെ വാക്കുകളിൽ പരാജയം ഉണ്ടാവരുത്, വിജയം മാത്രം. നീ വിജയിയാണ്, ആ രീതിയിൽ. അതായത് ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അടിക്കും എന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ രാവിലെ പുതിയ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലെ നമ്മൾ വിജയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, അതിനെക്കുറിച്ച് മാത്രം പറയുക, അവരെ എല്ലാവരെയും വിജയികളായി കണക്കാക്കുക. അതായത് യുദ്ധത്തിന് പോകുന്നവരെ പോലെ നമ്മൾ അവരെ ആശീർവദിച്ച് നിനക്കത് സാധിക്കും, എനിക്കറിയാം, നിനക്കതിന്റെ കഴിവുണ്ട് എന്നല്ലാതെ, അതായത് അവൻ അസാധ്യമായതൊന്നുമില്ല എന്നവരെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ വാക്കുകൾ. നമുക്കത് ചെയ്യുകയാണ് ഏറ്റവും വളരെ, അതായത് അവരെ വിജയിയായി പരിഗണിക്കുന്ന മനോഭാവത്തിലേക്ക് നമ്മൾ മാറുക. യെസ്, നമ്മുടെ ബേസ് മാറ്റുക. അതായത് ഞാൻ പറഞ്ഞ ബേസ് പ്ലാറ്റ്ഫോമിന്റെ പാർട്ടാണത്. നമ്മൾ മാറുക. നമ്മൾ മാറിയിട്ട് കുട്ടികളെ മാറ്റിയാൽ മതി. എല്ലാ പ്രശ്നങ്ങളും നമ്മളായിട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്നതല്ലേ. പഠിക്കാനുള്ള സ്ട്രെസ്സും എല്ലാം നമ്മൾ കൊടുക്കുന്നതാണ്. ഫസ്റ്റ് കിട്ടണം, റാങ്ക് കിട്ടണം, എഞ്ചിനീയറിംഗ് ആകണം, മെഡിസിൻ ആകണം. അപ്പം ഇതെല്ലാം ആ പാറ്റേൺ തന്നെയാണ്. അപ്പം അതിൽ നിന്നൊരു മാറ്റം, നമ്മളിൽ ആദ്യം ഒരു മാറ്റം ഉണ്ടാകട്ടെ. അതിനുശേഷം തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് കുട്ടികളിൽ വരെ ചെന്നെത്താനുള്ള ഒരു സഹയാത്രികത്വത്തിലേക്ക് എത്താം. ഓക്കെ, താങ്ക് യു സുജിത്. വളരെ മനോഹരമായ ഒരു ക്ലാസ്. വളരെ മനോഹരമായി എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം, നമ്മൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾ എങ്ങനെ വിഷ്വലൈസ് ചെയ്യണമെന്ന് വളരെ മനോഹരമായി അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും ഡിസ്കഷനിലേക്ക് പോകാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച്, ക്ലാസ്സിനെ കുറിച്ചോ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഈ പാർട്ടിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആഡ് ചെയ്യുക. ആരാണ് ആദ്യം വരുന്നത്? യെസ്, മർജതി മാം പറയും. സാർ, വളരെ നല്ല ക്ലാസ്, ഇടിവെട്ട് ക്ലാസ് ആയിരുന്നു. വളരെ ഇഷ്ടമായി സാറേ. ഞാൻ ഇപ്പൊ ഈ അടുത്ത് വരുന്ന കുട്ടികളോടൊക്കെ ഞാൻ പറയാറുള്ളത്, നമുക്ക് പാരന്റ്സിനെയോ ടീച്ചേഴ്സിനെയോ ഒന്നും മാറ്റാൻ പറ്റില്ല. കാരണം അവരുടെ ചിന്താഗതിയാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതുക്കും മേലെ ആയിരിക്കും. അതായത് they should not get demotivated by anybody. അപ്പൊ നമ്മൾ എപ്പോഴും അതിനു വേണ്ടി കവചം ധരിച്ച മാതിരി ജീവിക്കണം. ആരെന്ത് പറഞ്ഞാലും അത് തട്ടിക്കളയാം. ആ ഒരു ടെക്നിക്കാണ് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് പലരും പലതും പറയും, പക്ഷെ നമ്മളത് മനസ്സിലേക്ക് എടുക്കരുത്. അതാണ് പാരന്റ്സ് കുട്ടികളോട് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കുന്നത്. പാരന്റ്സ് ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ പാരന്റ്സിന് സൈക്കോളജി ഒന്നും അറിയില്ലല്ലോ. അവരോട് പണ്ടത്തെ മെത്തേഡൊക്കെ നെഗറ്റീവായിട്ടാണ് നമ്മളെ വളർത്തിയത്. നമുക്കത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ പുതിയ തലമുറയ്ക്ക് അത് പറ്റൂല. അപ്പൊ പുതിയ തലമുറയെ സ്ട്രോങ് ആക്കാൻ എന്തൊക്കെ ചെയ്യാന്നുള്ള ടെക്നിക്ക് ശരിക്കും കുട്ടികളിൽ എത്തിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. സാറിന്റെ ക്ലാസ് വളരെ ഇഷ്ടമായി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു. ഓക്കെ, വേറെ സംസാരിക്കുന്നത്? ടോമി സാർ കേൾക്കാവോ? ടോമി സാർ, അനിൽകുമാർ സാർ, വിൻസെന്റ് സാർ, റോയ് സാർ. സോറി സാർ, ഞാൻ യാത്രയിലാണ്. നടന്നോട്ടെ. ഞാൻ കേട്ടു, നല്ലതായിരുന്നു. നന്നായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു ഫുള്ളായിട്ട്. സുജിത് സാർ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. നല്ല ഇതായിരുന്നു, ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. അനിൽകുമാർ സാർ ഇവിടെ പറയും. കേൾക്കോ? പറഞ്ഞോളൂ കേൾക്കാം. സാറേ, സുജിത്തിന്റെ ക്ലാസ് വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. അതായത് കുട്ടികൾ എങ്ങനെ ജയിക്കാം, നമ്മളും ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്നുള്ള കാര്യങ്ങളിൽ ലോ ഓഫ് അട്രാക്ഷൻ വെച്ചുകൊണ്ട് അതിൽ പ്രധാനപ്പെട്ട ടൂൾസ് ആയിട്ടുള്ള അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻ സാധാരണക്കാർക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന വിധത്തിലാണ് സുജിത്ത് ഇവിടെ അവതരിപ്പിച്ചത്. അതായത് നമ്മൾ ജീവിതത്തിൽ എന്ത് നേടണം
അതെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിൽ ചിത്രങ്ങൾ എടുക്കുന്നതാണ് ദൃശ്യവൽക്കരണം എന്ന് വളരെ വ്യക്തമായ രീതിയിൽ അവതരിപ്പിച്ചു. എല്ലാവിധ വിജയങ്ങൾ ഇനിയും നേരുകയാണ്. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സഫലമാക്കി തീരും എന്ന് വളരെ ഉറപ്പോടുകൂടി സുജിത്ത് പറഞ്ഞിരിക്കുകയാണ്. അത് ശരി തന്നെയാണ്. ഇനിയും ഇതുപോലുള്ള നല്ല ക്ലാസ് ഇനിയും സുജിത്തിന് അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന ആശംസകളോടെ. ഓക്കെ സാബു സാറേ. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു. റോയ് സാർ. സ്വന്തം അനുഭവത്തിലൂടെ വിഷ്വലൈസേഷനിലൂടെ കാര്യങ്ങൾ ഓർമ്മിക്കുവാൻ പ്രാക്ടീസ് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെയധികം ഭംഗിയായി അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാനിത് സുജിത് സാർ പറഞ്ഞു, ഇത് ഞാൻ ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്തു. ഞാനിത് ഇടയ്ക്കിത് മനസ്സിലാക്കിയെങ്കിലും നമുക്ക് ചെറുപ്പം മുതൽ പ്രാക്ടീസ് ചെയ്തില്ല എങ്കിൽ വലിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറുണ്ട് സംഗതി. കാരണം നമ്മളിപ്പോൾ പല കാര്യങ്ങളും മറക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കഥാരൂപത്തിൽ അവതരിപ്പിച്ച് മെമ്മറിയിൽ വെച്ച് നമുക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കഥ വളരെ ഈസിയായിട്ട് അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ ആ സംഭവം ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കുക, അപ്പൊ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അത് ഒന്നുകൂടി വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കാൻ പറ്റും ഒന്നത്. അതുപോലെ തന്നെ പല പോയിന്റ്സുകളും ഇപ്പോ ഒരു വൃക്ഷത്തെ കാണുക, അതിലിങ്ങനെ ഫലങ്ങൾ കാച്ചു കിടക്കുന്നു. അപ്പോ അത് പഠിക്കുന്ന സമയത്ത് ആ വൃക്ഷത്തെ ഒരു ഇതായിട്ട് അതിൻ്റെ മറ്റു ഭാഗങ്ങൾ മറ്റു ഘടകങ്ങളൊക്കെ ആയിക്കൊണ്ട് ഇമാജിനേഷനിലൂടെ ഓർമ്മിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിലും അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുട്ടികളെ എങ്ങനെ ബോധവൽക്കരിക്കുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഒരു പ്രധാന ഘടകം. അത് വളരെ എഫക്റ്റീവാണ്, ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ വളരെ യൂസ്ഫുൾ ആയ ഒരു ഇതാണിത്. അത് എങ്ങനെ കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ള കാര്യമാണ്. നമുക്കിത് മനസ്സിലാവുന്നുണ്ട്, സാർ പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ട്. കുട്ടികളിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അതാണല്ലോ പണ്ട്, കാരണം ഗ്രാൻഡ് പാരൻസ് ഒക്കെ കഥാരൂപത്തിൽ ചില കാര്യങ്ങൾ പറയുന്നത് ഇന്നും ഓർത്തിരിക്കുന്നുണ്ട്. എന്നോടൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ഞാൻ ഓർക്കുന്നു, വിഷ്വലൈസ് ചെയ്ത് ഓർക്കുന്നുണ്ട്. ഓക്കെ സാർ, എനിവേ ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ വളരെയധികം അഭിനന്ദനങ്ങൾ. സാർ, അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് വിഷ്വലൈസേഷന്റെ ടൂളായിട്ട് നമുക്ക് വിഷൻ ബോർഡിനെ കുറിച്ചൊക്കെ, അപ്പൊ അത് കുട്ടികളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് കുട്ടികൾ എന്താണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമ്മളിലൂടെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് അപ്ലൈ ചെയ്യാമെങ്കിൽ കുട്ടികൾ അപ്ലൈ ചെയ്യുമല്ലോ. നമുക്കറിയില്ല എന്നതാണ് ഏറ്റവും വലിയ നമ്മള് എക്സാമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്തിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറഞ്ഞൊക്കെ വേണം. ഏതായാലും അതൊരു കുട്ടികളിലേക്ക് വരുത്താൻ കുറെ പ്രായ പിള്ളേരെ കൊണ്ട് കുറെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. സാർ, അതിനകത്ത് ഈ വേറൊരു പ്രത്യേകത, കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഈ കുട്ടികൾക്ക് എക്സാമിനേഷന്റെ ഇതിനുവേണ്ടി. ഞാനൊരു ക്ലാസ് എടുത്തിരുന്നു. നമ്മളൊരു അവിടുത്തെ സ്കൂളിൽ തന്നെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിന്റെ ബുക്ക് എടുത്തിട്ടാണ് നമ്മൾ എടുത്തത്. ആ ബുക്ക് എടുത്തപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം വെച്ചാല് അത്രമാത്രം വിഷ്വലൈസ് ചെയ്തിട്ടാണ് ആ ബുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ഒരു സംശയവും തോന്നേണ്ട കാര്യമില്ല. കാരണം എല്ലാത്തിനും ടിപ്സ്, എല്ലാത്തിനെയും പോയിന്റുകൾ മാർക്ക് ചെയ്ത് സബ് പോയിന്റ്സ് എഴുതി പിക്ചർ ഡയഗ്രാം പോലെ റെപ്രസെന്റ് ചെയ്ത് അത്ര മനോഹരമായിട്ടാണ്. അപ്പൊ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ഇനി ഞാൻ എന്ത് വിഷ്വലൈസേഷനെ അവരെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റുന്നത്. പക്ഷെ അത് കണക്ട് ചെയ്യാൻ അറിയത്തില്ല. എങ്ങനെ ഇത് കണക്ട് ചെയ്യണം, എല്ലാ പോയിന്റ്സും ഉണ്ട്. ഈ പോയിന്റ് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ അവിടെയാണ് ഈ വിഷ്വലൈസേഷന്റെ ടൂളായിട്ടുള്ള നമുക്ക് വിഷൻ ബോർഡ്, അല്ലെ സുജിത്തെ? സാറേ, ഇതില് മദേഷ് മെത്തേഡ് എന്ന് പറയുന്ന അബ്ദുൽ കലാമിന്റെ അമ്മയെ ഉപയോഗിച്ചൊരു മെത്തേഡ് ഉണ്ട്. കലാമിന്റെ അടുത്ത് ഇരുന്നിട്ട്, അമ്മയ്ക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ലെങ്കിൽ പോലും വളരെ കൗതുകത്തോടു കൂടി മകൻ പഠിക്കുന്ന നോക്കിയിരിക്കുകയായിരുന്നു അമ്മ ചെയ്തത്. ചായ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങളും അമ്മയും കൂടെ ഇരുന്ന് പഠിക്കുക ചെയ്തത്. അബ്ദുൽ കലാം അമ്മയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച കാര്യങ്ങൾ നല്ലൊരു കേൾവിക്കാരിയായിട്ട് അമ്മ കൂടിയിരുന്നു. നിങ്ങളുടെ കുട്ടികള് പുസ്തകം പഠിക്കുന്ന സമയത്ത് എന്താണ് പഠിച്ചത് എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കാൻ പോവാതെ അവർ പഠിച്ച കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട്, അതായത് നമ്മൾ ചെടിയുടെ മെത്തേഡ് പറഞ്ഞില്ലേ സാറ്, ഫലം ഒരുപാട് ഉണ്ടാവും എന്ന്. നമ്മളെ ഒരു കർഷകൻ എപ്പോഴും ചെടിയുടെ അടുത്ത് പോയിട്ട് ഫലം ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് വളമിടുന്നതും വെള്ളം ഒഴിക്കുന്നതൊക്കെ. പക്ഷെ ഒരിക്കലും ചെടിയെ തല്ലിയിട്ടോ ചെടിയെ പിച്ചിയിട്ടോ
ചെടിയോട് വളരുന്നില്ല എന്ന് വെച്ചിട്ട് ചെടിയെ കുറ്റം പറയാൻ ഒരു കർഷകൻ ശ്രമിക്കാറില്ല. കാരണം അത് വിളവുണ്ടാവും. കർഷകൻ എപ്പോഴും വിളവ് പ്രതീക്ഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വിളവ് അത് വന്നിട്ടില്ലെങ്കിൽ തന്നെ അത് കാലാവസ്ഥയുടെ പ്രശ്നമാണ്. എന്നാലും അടുത്ത പ്രാവശ്യം അയാളത് അതേപോലെ തന്നെ ചെയ്യും. ഒരിക്കലും ഒരു കർഷകനും കൃഷി നിർത്തി പോയിട്ടില്ല. പക്ഷെ നമ്മുടെ കുട്ടികളുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കാതെ അവരെന്താണ് മനസ്സിലാക്കിയത്, എത്രയാണ് മനസ്സിലാക്കിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം സഞ്ചരിച്ചാൽ അവരുടെ ഇമാജിനേഷൻ വളരും, വിഷ്വലൈസേഷൻ വളരും. അവര് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് അവർക്ക് അംഗീകാരം മാത്രം കൊടുത്താൽ മതി. കാരണം അവരെ വിജയിയായിട്ട് കണക്കാക്കിയാൽ മതി. അവൻ വിജയിയെ പോലെ സംസാരിക്കട്ടെ, അവൻ വിജയിക്കുമെന്നുള്ള ഉറപ്പ് കൊടുത്തിട്ട് അടുത്തിരുന്ന് കേട്ടിരുന്നു കഴിഞ്ഞാൽ, അതായത് അവൻ പഠിക്കുന്ന വിഷയങ്ങള് നിങ്ങളെ പഠിപ്പിക്കാൻ പറയൂ. ഒരു സ്റ്റുഡന്റ് ആയി മാറുക. ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് അവൻ അന്നേരം ഓരോ പ്രാവശ്യവും നിങ്ങളോട് പറഞ്ഞു തരുന്ന സമയത്ത് അവൻ പവറായി വരുന്നുണ്ടാവും. അവൻ നമ്മൾ അതേപോലെ സാറ് പറഞ്ഞു മാതൃകകൾ. ഒരിക്കലും മാതൃകകളെ ഫോളോ ചെയ്യരുത്. അവരാണ് മാതൃക. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വിഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്കതിന് കഴിയും, അതിനുള്ള പവർ നിനക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. അപ്പുറത്തെ കുട്ടി ഇപ്പുറത്തെ കുട്ടി അതില്ല. കാരണം നമ്മൾ ഏതെങ്കിലും ചെടി, ഇപ്പൊ ഞാൻ സാബു സാറ് നെൽകർഷകനാണ്, സാബു സാറ് നെല്ല് നോക്കിയിട്ട് അപ്പുറത്തെ നെൽവയൽ, ഇപ്പം റോയ് സാറിന് നെല്ലുണ്ടെങ്കിൽ അത് റോയ് സാറ് നന്നായിട്ട് നോക്കുന്നുണ്ട് അതുകൊണ്ട് നെല്ലുണ്ടാവുന്നതാ എന്നല്ലാതെ ചെടിയെ കുറ്റം പറയാറില്ലല്ലോ. കാരണം അത് റോയ് സാറിന്റെ മിടുക്കാണായിട്ട് സാബു സാർ കണക്കാക്കുക. അപ്പൊ സാബു സാറിനോട് പറയും, അത് കണ്ടോ റോയ് നന്നായിട്ട് നോക്കുന്നുണ്ട് അതുകൊണ്ടാ, നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോ എന്ന് പറയും. തിരിച്ചു പറയില്ല. അല്ലാണ്ട് നമ്മള് നെല്ലിനെ കുറ്റം പറയാറുണ്ടോ? ആരെങ്കിലും പറയാറുണ്ടോ ചെടി നെല്ല് വിത്തിന്റെ പ്രശ്നമാണെന്നല്ല, നമ്മൾ നോക്കുന്നതിന്റെ പ്രശ്നമായിട്ടാണ് കണക്കാക്കുന്നത്. ആ ഒരു മെന്റാലിറ്റി, അത് ലോ ഓഫ് ഹാർവെസ്റ്റ് ആണ്. അത് ലോ ഓഫ് അട്രാക്ഷനോട് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, വിൻസെന്റ് സാർ വന്നിരുന്നല്ലോ. പറയൂ. സാറ് പറഞ്ഞതോട് ഒന്ന് ആഡ് ചെയ്യാ. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പുസ്തകത്തിൽ അധികം പിക്ചറുകളോ ഇതേമാതിരി പോയിന്റ് ഹൈലൈറ്റിലൊന്നും ഇല്ലായിരുന്നു. പക്ഷെ NCERT ഈ റിസർച്ച്, അതായത് ടെക്സ്റ്റ് ബുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സീനിയർ സെക്കൻഡറി സ്കൂൾ ലെവലില് കുറേ റിസർച്ച് നടത്തി എത്രയോ കാലങ്ങളെ ഇമ്പ്രൂവ് ചെയ്താണ് ഇപ്പൊ ഈ വിഷ്വലൈസേഷൻ ടെക്നിക്കും ഈ പുസ്തകങ്ങളൊക്കെ എത്ര ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഇപ്പോ പഠിക്കാൻ എളുപ്പമാണ്. മുമ്പത്തിലേറെ കുട്ടികൾക്ക് പോയിന്റ്സ് ഓർമ്മിക്കാനും കാര്യങ്ങൾക്കൊക്കെ പുതിയ ടെക്നിക്സ് ആണ് അതൊക്കെ തന്നെ. പിന്നെ ഞാൻ സുജിത് സാറെ ക്ലാസ്സിന് അഭിനന്ദിക്കുകയാണ്. വളരെ ഉജ്ജ്വലമായ പ്രസംഗത്തോടുകൂടി അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു. അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിനോട് ഒരു സംശയം ചോദിക്കട്ടെ. സാറ് ഈ വളരെ ഉഷാറായിട്ട് ഈ ക്ലാസ് എങ്ങനെ എടുത്തപ്പോ ഇത് യഥാർത്ഥത്തിൽ കംപ്ലീറ്റ് നിങ്ങളെ ബ്രെയിനിൽ നിന്നാണോ വരുന്നത്, അതല്ല നിങ്ങളുടെ മൈൻഡ് അല്ലെങ്കിൽ സോള്, ഇതിനൊക്കെ ഇതിന്റെ ഓരോ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് പുതിയ കണ്ടെത്തലുകൾ പറയുന്നത്. അതായത് ബ്രെയിനിന് മാത്രമല്ല മെമ്മറി പവർ ഉള്ളത്, നമ്മുടെ ഈ സോൾ ഉണ്ടല്ലോ, മൈൻഡ് ഉണ്ടല്ലോ, അതിനും മെമ്മറി പവർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് സാറ് എങ്ങനെയാണ് അനുഭവിച്ച് ട്ടുള്ളത് എന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്തത്, അതായത് എനിക്ക് ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഫെസിലിറ്റേറ്റർ ആവാനായിരുന്നു എന്റെ സ്വപ്നം. അതായിരുന്നു എന്റെ വിഷൻ. അപ്പൊ രാവിലെകളിൽ പത്രം ഇട്ടിട്ട് വന്നിട്ട് 3:30 എണീറ്റ് പോയിട്ട് വന്ന് അവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഉണ്ട്, എന്ന് പറഞ്ഞാൽ ഒരു വായനശാലയുണ്ട്. അത് അടുത്തൊന്നും വീടില്ല. അവിടെയാണ് ലാസ്റ്റ് കെട്ട് പത്രം ഇറക്കുക. അതിനുശേഷം ഞാൻ അവിടെ ഇരുന്ന് മരങ്ങളെ നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്ന ആശയങ്ങൾ, തലേ ദിവസം വായിച്ച പുസ്തകങ്ങൾ, അതെല്ലാം മരങ്ങളോട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. കാരണം അത് ഞാൻ സബ് കോൺഷ്യസ്ലി ആണ് പ്രാക്ടീസ് ചെയ്തത്. അതെനിക്കൊരു എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പം അത് ഇല്ല. കാരണം ഞാൻ ദൃശ്യം ഓടിക്കുവാണ് ചെയ്യുന്നത്. കാരണം മനസ്സിലേക്ക് കൊണ്ടുവന്ന് സങ്കല്പം രചിച്ച് അതിന് പോകുമ്പോഴത്തേക്ക് എന്റെ ബ്രെയിൻ അതിനെ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട്, അതായത് നമ്മളൊരു സംസാരിക്കുന്നതിന് മുമ്പ് ദൈവമേ എന്നൊരു വിളി മാത്രം, പിന്നീട് വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കത് അത്ര പരിചയമില്ലായിരുന്നു, ഞാൻ എന്റെ പഠനത്തിൽ ഉപയോഗിച്ചില്ല. ഇന്ന് കുട്ടികൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെ പാഷനേറ്റ് ആയിട്ട് അവർക്ക് ഏത് പുസ്തകവും ആ രീതിയിൽ ചെയ്യാൻ പറ്റും. കാരണം അവർ നല്ല മികച്ച അധ്യാപകരായി മാറും. ഒരു 10ാം ക്ലാസ്സിലെ പാഠം കഴിയുമ്പോഴത്തേക്കും 9ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിപ്പിക്കാൻ പറ്റും അവന്. കാരണം അവർ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. കാരണം മൈൻഡിൽ കൊണ്ടുവന്നിട്ട് ദൃശ്യവൽക്കരിക്കുക, വിഷ്വലുകളായിട്ട്. ഇപ്പൊ ഞാൻ ഒന്ന് വന്ന് അടുത്ത പോയിന്റിലേക്ക് വരുന്ന ഇങ്ങനെ കണക്ട് ചെയ്ത് തോട്ട് വരുവാണ് ചെയ്യുന്നത്.
അതൊരു പ്രാക്ടീസ്. അത് എക്സാം ഹാളിൽ എത്തുമ്പോൾ കുട്ടി എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അവൻ എഴുതാൻ വേണ്ടി കുറച്ച് എഴുതും, ഒരു അങ്കലാപ്പൊക്കെ ഉണ്ടാവും കയറി ചെന്ന് കഴിയുമ്പോൾ. പക്ഷെ ഇത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവനെ കണക്ട് ചെയ്യുന്ന സബ് കോൺഷ്യസ് ആണ്. സബ് കോൺഷ്യസ് കണക്ട് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് തീരാൻ പറ്റാത്ത രീതിയിൽ മൈൻഡ് മാറും. കാരണം അത് പാഷനാണ്, ഫീലിംഗ് ആയിട്ട് കണക്റ്റഡ് ആണ്. കാരണം ട്രെയിനിങ് ചെയ്യാന്നുള്ള എന്റെ ഫീലിംഗ് ആയതുകൊണ്ടും പാഷൻ ആയതുകൊണ്ടും ഞാൻ വായിക്കുന്ന ബുക്കുകളെല്ലാം അതുമായി കണക്റ്റഡ് ആയി. ഞാൻ രാത്രിയിലൊക്കെ കേട്ടോണ്ട് കിടക്കും. ഇപ്പോ ഏതെങ്കിലും ഒരു ഓഡിയോ ബുക്സ് ആണ് ഇപ്പൊ ആശ്രയിക്കുന്നത്, അത് ഭാഷ ഏതായാലും കുഴപ്പമില്ല, മനസ്സിലാവും. കാരണം അത് കേട്ടിട്ട് ഇങ്ങനെ കിടക്കും. ഇപ്പോ നമ്മൾ പറയാം, ഏതെങ്കിലും ഒരു ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആണ് കുക്കു FM ഡൗൺലോഡ് ചെയ്യുകയും അതേപോലെ തന്നെ ഡയറി ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകള് ഞാൻ കിടക്കുന്ന സമയത്ത് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പ് ഫോണിലുണ്ടാവും. പലപ്പോഴും ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആകുമ്പോഴുണ്ടാവുള്ളൂ. അപ്പൊ ആൻ ഫ്രാങ്കിനോടൊപ്പം ഞാനിങ്ങനെ സഞ്ചരിക്കും. ആൻ ഫ്രാങ്ക് പോകുന്നത്, അവൾക്ക് ആ ഗിഫ്റ്റ്, രാവിലെ എണീക്കുന്നത്, ഞാനങ്ങ് ആൻ ഫ്രാങ്ക് ആയി മാറുവാണ്. അത് കഴിഞ്ഞ് ചെല്ലുന്നത്, അതിനുശേഷം അച്ഛൻ അവർക്ക് കൊണ്ടുവന്ന് അമ്മ രാവിലെ ഇത്ര സമയത്ത് എണീപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ രീതി ചെയ്യുന്നത്, ആ ഡയറി എടുക്കുന്നത്, ഡയറി എടുത്തുകൊണ്ട് പോകുന്നത്, ആദ്യമായി ഡയറി താളുകളിൽ എഴുതുന്നത്, അതിനുശേഷം ആ കുട്ടിയുടെ ഓരോ നാൾ വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഓരോന്നും സ്ലൈഡ്സ് ആയിട്ട് മൈൻഡിൽ ഇങ്ങനെ വെക്കുകയാണ്. അപ്പൊ ആദ്യ അവസാനം നമ്മൾ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ആൻ ഫ്രാങ്കിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓടുന്നുണ്ടാവും. കാരണം ഞാൻ പലപ്പോഴും കേട്ടുള്ള കാര്യം, ഫോണ് സ്വിച്ച് ഓഫ്, പക്ഷെ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി തലച്ചോറിൽ ഓടിക്കൊണ്ടിരിക്കുക. കാരണം അത് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കഠിനമായ ബുക്കുകളാണെങ്കിൽ ഇപ്പം 7 ഹാബിറ്റ്സ്, 8 ഹാബിറ്റ്സ്, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് ഫാമിലീസ്, 7 പ്രിൻസിപ്പിൾസ് ആൻഡ് ലീഡർഷിപ്പ്, പിന്നെ ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെരാരി, റിച്ച് ഡാഡ് പുവർ ഡാഡ്, ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്. ചില ബുക്കുകൾ ഞാൻ പറയില്ല, കാരണം അതായത് എനിക്കുമായിട്ട് അത്ര കണക്റ്റഡ് അല്ലാത്തത് കൊണ്ട്. കാരണം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്ത ബുക്കുകളുണ്ട്. അല്ലാത്തതെല്ലാം ഫീൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് ഒരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും, ഉള്ളിലേക്ക് വരും. അതിന് ജീവൻ ഉണ്ടാവും. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്, പ്രധാനമന്ത്രിമാരുടെ പ്രസംഗങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പ്രസംഗമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗമുണ്ട്, പുള്ളിയും നോട്ട് ചെയ്യാണ്ട്, അതായത് മൈൻഡിൽ ഉപയോഗിച്ചുകൊണ്ട് ദൃശ്യവൽക്കരിച്ചിട്ട് പ്രസന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് പവർ ഉണ്ടാവും, ഫീലിംഗ് ഉണ്ടാവും, ജനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആവും. വളരെ പെട്ടെന്നാണ് ഫീലിംഗ്. അതായത് സാധാരണക്കാരന്റെ ഭാഷയിലായിരിക്കും സംസാരിക്കുക നമ്മൾ. അപ്പൊ ഓരോ സമയത്തിനും ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പം വേർഡുകൾ വരുന്ന നമ്മൾ അത് സോള് തന്നെ ആയിരിക്കാം ഒരു പരിധി വരെ. സോളുമായി കണക്റ്റഡ് ചെയ്യുകയാണ് കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന്. അതായത് ഒരു എഴുത്തുകാരൻ എഴുതുമ്പം റൈറ്റിംഗ് ബ്ലോക്ക് ഉണ്ടാവും, അദ്ദേഹം ഭാവന ഉണ്ടാകാൻ വേണ്ടി പല രീതിയിൽ നടക്കുന്നുണ്ടാവും. അതായത് മറ്റേ യുറേക്ക എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് ഓടിയൊക്കെ സംഭവില്ലേ. കാരണം നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മൈൻഡ് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് കേട്ടിട്ട് കിടന്നുറങ്ങാന്ന് വിചാരിച്ചോളൂ. ഇപ്പം ആ ഒരു കാര്യമുണ്ട്, കൊലയാളി ആന എന്ന് പറയുന്നത് ഇപ്പൊ ചാനലുകൾ മാറ്റിയിട്ട് വേറൊരു വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. കൊലയാളി ആന എന്നുള്ളതിന് ആ ഒരു വേർഡ് മാറ്റിയിട്ടുണ്ട്. അത് ഞാനിപ്പോ ഇന്ന് കേട്ടതാണ്. അപ്പൊ ഒന്നുകൂടി കേട്ടിട്ട് അതെന്താണ് ആ വേർഡ്, അത് ആലോചിച്ച് കിടന്നു കഴിഞ്ഞാൽ ഒരു കഥ തലച്ച് ചാറ്റ് GPT എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതുപോലെ നമ്മുടെ ബ്രെയിനും വർക്ക് ചെയ്യും. ഇപ്പൊ ചാറ്റ് GPTയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഏത് കാര്യം കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ ഡീറ്റെയിലിംഗ് വരുവാണ് ഫുള്ളായിട്ട്. അതുകൊണ്ട് നമ്മളുടെ കുട്ടികളെ ഇനി പഠിപ്പിക്കണ്ട. കാരണം നമ്മൾ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കാലഹരണപ്പെട്ടു. ഇപ്പം നമ്മൾ പറയാം, സ്കൂളിൽ ഒരു കുട്ടിക്ക് പഠിക്കണമെങ്കിൽ ഇപ്പൊ എന്റെ മകനാണ് എന്നെ ചാറ്റ് GPT പഠിപ്പിച്ചത്. കാരണം ഞാൻ ചാറ്റ് GPT എന്ന് കേൾക്കുമ്പോൾ അവൻ നേരത്തെ കേട്ടിരിക്കുന്നു. അപ്പം അവരെല്ലാം സ്കൂളുകളിൽ ഉപയോഗിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പം നമ്മളിനി പഴയ മെത്തേഡിൽ നിന്ന് മാറിയിട്ട്, അതായത് അവരോടൊപ്പം സഞ്ചരിക്കാനും അവരെ ട്രാക്ക് ക്ലിയർ ചെയ്യാനും മുന്നിൽ പോകുന്ന, അതായത് ഒരു ലീഡറായി മാറണം. മാനേജർ ആവരുത്, ലീഡ് ചെയ്യാൻ മാത്രം മതി. അവർക്ക് മാനേജ് ചെയ്യാൻ അറിയാം, പക്ഷെ അവർക്ക് ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗിന് അവർക്ക് ഇത് തന്നെ വേറൊരു രീതിയിലും പോകും. അതായത് സെക്ഷലി പോൺ സൈറ്റ്സ് ഒക്കെ ഉണ്ട്, അതും ഇവർക്ക് ഇമോഷൻസിന്റെ അതിലേക്ക് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റി നേരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ബോധപൂർവ്വ ശ്രമം നടത്തുക. അതായത് നമ്മൾ മോണിറ്റർ ചെയ്യുക, റിസൾട്ടിനെ ഫോക്കസ് ചെയ്യുക. അതായത് ഇതിൽ തന്നെ നിതിൻ വിൻസെന്റ് സാർ, എലിയ മാം, നസീന, ദീപ, മോൾ, ആർക്കെൽ പറയാണെങ്കിൽ പറയാം. വിൻസെന്റ് സാർ പറയും. താങ്ക് യു സാർ. ഞാൻ ഏതാണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേൾക്കാൻ തുടങ്ങിയത്. എൻ്റെ ആദ്യത്തെ ഇംപ്രഷൻ വന്ന ഉടനെ, കേട്ട ഉടനെ എനിക്ക് ആദ്യം തോന്നിയത്, ഇതെൻ്റെ മോളും മരുമകനും കൂടെ കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പാരൻസും ഗ്രാൻഡ് പാരൻസിനെയും കാര്യം പറഞ്ഞു. ഗ്രാൻഡ് പാരൻസിന്
ഇപ്പൊ അത്രയ്ക്ക് വലിയ റോൾ ഇല്ല ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ. കാരണം ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. ബട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റും ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റിയും അത് കുട്ടികളുടെ പാരന്റ്സ് തന്നെയാണ് എടുക്കുന്നത്. പറയാൻ നമുക്കിപ്പോ ചെന്നാ ഓടിക്കും. ഗ്രാൻഡ് പേരൻസ് പറയാൻ ചെന്നാ അവരെ ഓടിക്കും. പാരന്റ്സിന് ഏറ്റവും വലിയ റോൾ ഉണ്ടല്ലോ കുട്ടികളുടെ അതിനകത്ത് അതിനകത്തൊരു പ്രോബ്ലം ഞാൻ ജസ്റ്റ് പറയണം, നമ്മള് അതായത് കുട്ടികൾ പ്രാക്ടിക്കലി ഞാൻ എന്ത് കണ്ടിരുന്ന തുറന്നു പറയുന്നത് കാണുന്ന ഗ്രാൻഡ് പാരന്റ്സിനോടായിരിക്കും. എന്റെ സ്വന്തം ഫീലിങ്സ് ആണ്, എന്റെ സ്വന്തം എക്സ്പീരിയൻസ് ഞാൻ പറയണേ. അപ്പൊ അതുകൊണ്ട് അതിലെ നമ്മുടെ മക്കളും അതിൽ വലിയ എൻകറേജ് ചെയ്യില്ല, ഗ്രാൻഡ് ചിൽഡ്രനും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലാണ് വരുന്നത്. ഈ സാറ് പറഞ്ഞ പോലെ ഈ വിഷ്വലൈസേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്ട്, ചില പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സിവിക്സ് ഇതൊക്കെ പഠിക്കുമ്പോൾ അതിൽ ചില ഡെഫിനിഷൻസ് ഉണ്ട്, അതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചേ പറ്റും. അപ്പൊ അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സാറ് പറഞ്ഞപ്പോൾ ഞാനത് എനിക്ക് ഓർമ്മയിൽ വരുന്നത്, എനിക്ക് ആ പേജ് നമ്പർ 21 3rd പാരഗ്രാഫിലാണ് ആ ഡെഫിനിഷൻ, ആഡം സ്മിത്തിന്റെ ഡെഫിനിഷൻ ഉള്ളത്. ഐ ക്യാൻ ജസ്റ്റ് കാണാൻ പറ്റും എനിക്ക് ആ പേജ് 21 പേജ് 3ാമത്തെ പാരഗ്രാഫിൽ ആഡം സ്മിത്ത് എഴുതിയിട്ടുള്ള ആ ഡെഫിനിഷൻ ഐ കുഡ് വിഷ്വലൈസ്. അന്ന് എനിക്ക് അങ്ങനെ പറ്റിയിരുന്നു. പിന്നെ അത് ഡെവലപ്പ് ചെയ്തൊന്നും ചെയ്തൊന്നുമില്ല, അത് പോയി. അപ്പൊ ഞാൻ പറയണത് അങ്ങനെ ഒരു ചെറിയ നമുക്കത് അങ്ങനെയുള്ള കഴിവുകൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിരുന്നെങ്കിൽ നമുക്ക് നന്നായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഈ പറഞ്ഞ മെത്തേഡൊക്കെ ഇപ്പൊ നേരത്തെ ഇപ്പോ സാബു സാറ് പറഞ്ഞ പോലെ ആ ക്ലാസ്സിൽ അവർ ആ ക്വസ്റ്റ്യൻ ചാപ്റ്റർ തയ്യാറാക്കുന്നത് തന്നെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയ രീതിയിലൊക്കെ ഉണ്ടാക്കണം. എന്നിട്ടും അത് ഫോളോ ചെയ്യാൻ പറ്റണില്ല ചില കുട്ടികൾക്ക്. അപ്പൊ അത് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണോ, അതോ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണോ, അതോ വീട്ടിലത്തെ എൻവയൺമെന്റ് ആണോ, അതോ ഇന്നത്തെ കുട്ടികളെ സാധാരണ കണ്ടുവരുന്ന ആ ഗാജറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിനോടുള്ള ആധിപത്യമാണോ, എന്താണെന്ന് അറിഞ്ഞോളാം. ബട്ട് സംതിങ് ഈസ് മിസ്സിങ്. ആ ലിങ്ക് കിട്ടുന്നില്ല. എന്തായാലും സാറിന്റെ നേരത്തെ ഒരു സാറ് പറഞ്ഞ പോലെ ഉജ്ജ്വലമായ പ്രഭാഷണം എന്ന് പറയില്ല, അതുപോലെ ബ്യൂട്ടിഫുൾ വേർഡ്സ് ആപ്റ്റായിട്ട് ഉപയോഗിച്ച് താങ്ക് യു വെരി മച്ച്. ഗുഡ് ഈവനിങ് ഓൾ. സാറിന്റെ ക്ലാസ്, സുജിത് സാറിന്റെ ക്ലാസ് എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കേൾക്കുന്ന ക്ലാസ്സാ, നല്ല ഇതായിട്ട്. പക്ഷെ ഇന്നിപ്പം ഇടയ്ക്കൊക്കെ ഇച്ചിരി കുറച്ച് വിട്ടുപോയായിരുന്നു. എന്നാലും കേട്ടിടത്തോളം ആ വിഷ്വലൈസേഷനും പിക്ചറൈസേഷനും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്തത്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പണ്ട് ശരിയായിരുന്നു, വായിക്കുമ്പം ഇങ്ങനെ ഓർക്കുകയും അതൊക്കെ. ഇപ്പൊ നമ്മൾ സാറ് പറഞ്ഞ പോലെ തന്നെ എവിടെ ഏത് പേപ്പറിലാണ് നമ്മൾ ഇന്ന ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഏത് വരെയാ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ വരും എഴുതുമ്പോ. ഇപ്പൊ യഥാർത്ഥത്തിൽ എല്ലാരും ഇത് ഈ മൊബൈൽ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് നഷ്ടമായിക്കൊണ്ടിരിക്കുക. ഞാനിപ്പൊ തന്നെ ഇത് കേട്ടപ്പോ ഇതൊന്ന് കേട്ടെന്ന് പറഞ്ഞ് മക്കളൊക്കെ കൊണ്ട് കാണിച്ചു. അവർക്കന്നേരം വേറെ ബിസി, അവരെയൊക്കെ ഇനി ഇതിനകത്തോട്ട് ആക്കിക്കൊണ്ട് വന്നോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു മോളെ ഇത് നല്ല, ഇന്നലെ ഞാനൊരു ട്രെയിനിങ് ക്ലാസ് കേൾക്കാൻ പോയിട്ട് അവിടെ ഈ വിഷ്വലൈസേഷനെ പറ്റി പറഞ്ഞു. അങ്ങനെ ഒത്തിരി പേർക്കും ഇങ്ങനെ ഒരേ കാര്യങ്ങൾ നേടിയെടുത്തതൊക്കെ പറഞ്ഞപ്പം എനിക്കും അതിനോടൊരു താല്പര്യം. ഇന്ന് ഞാൻ നോക്കിയപ്പോ സാറിന്റെ ക്ലാസ്സും അത് തന്നെ. എനിക്ക് കൗൺസിലിങ്ങിന്റെ എക്സാം ആയിരുന്നു ഇന്ന് കഴിഞ്ഞപ്പോ, അതുകൊണ്ട് ഈയിടെ ക്ലാസ്സിന് കയറാൻ പറ്റുന്നില്ലായിരുന്നു. ഇനി തൊട്ട് എന്നും കയറണം. സാറിന് നല്ല ക്ലാസ് ആയിരുന്നു. മക്കൾക്കും നമുക്കും എല്ലാം ഇങ്ങനെ എമർജി, അതുമല്ല നമ്മുടെ മെമ്മറി എപ്പോഴും ഇതായിട്ടിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ മെമ്മറി ലോസും ഡിമെൻഷ്യ ഒന്നും ഒക്കെ പോകേണ്ട വരും. ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഈ വിഷ്വലൈസേഷനും ഇതും ഒക്കെ ഉള്ളപ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈ പ്രായമാകുന്നവർക്കാരും നമുക്ക് എല്ലാവർക്കും അത് എഫക്റ്റീവ് ആയിരിക്കും. നമ്മുടെ ബ്രെയിൻ ഇച്ചിരി നല്ല വർക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊണ്ടു നടക്കുക എല്ലാവരും. താങ്ക് യു സാർ. ഈ ക്ലാസ് തന്നെ ഒരു നല്ലയാ ഈ സമയത്തുള്ള. താങ്ക് യു സാബു സാറിനും സുജിത് സാറിനും എല്ലാവർക്കും താങ്ക്സ്. ഗുഡ് നൈറ്റ്. സാർ പറഞ്ഞ പോലെ ഈ നമ്മളുടെ കുട്ടികൾ നമ്മളോട് പഠിപ്പിക്കാൻ പറയാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഞാനൊക്കെ ഓർക്കുന്നു, എൻ്റെ ഫാദറൊക്കെ ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി ഇതെല്ലാം എന്നെ പഠിപ്പിക്കായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയല്ലോ എത്രമാത്രം നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത്. അതിന്റെ കൂടെ തല്ലും പിച്ചും ചെവിപ്പിടുത്തവും എല്ലാം ഉണ്ടായിരുന്നു അതിന്റെ കൂടെ. ഇതെല്ലാം ഫ്രീയാ, ബോണസാ എന്ന് പറയുന്ന പോലെ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമ്മുടെ കുട്ടികളോട് നമ്മുടെ മക്കളോ ഒരിക്കലും ആ പേരന്റെ അടുത്തേക്ക് നമ്മൾ വിടുവോ? ഇല്ല എന്ന് പറയുന്ന പോലെ. പക്ഷെ ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു സമയമാണ്. ഇപ്പൊ സിന പറഞ്ഞ പോലെ നമ്മൾ ഇത് പഠിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് അത് പ്രൂവ് ചെയ്യാനുള്ളൊരു സമയം. അതിനൊരു വഴി കൂടെ പറഞ്ഞു തന്നു. കുട്ടികളെ ശിഷ്യപ്പെട്ടാൽ മതി. കുട്ടികളുടെ കാര്യങ്ങൾ ചോദിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഇരുന്നു കൊടുക്കുക.
അബ്ദുൽ കലാമിന്റെ അമ്മയെ പോലെ നല്ല കേൾവിക്കാരിയായി മാറുക. ഇനി നോക്കരുത്. അതെന്നൊരു നല്ല അറിവായിരുന്നു. അതെന്തായാലും സാറ് പറഞ്ഞത് നല്ലയാ. ഇനി മക്കളൊക്കെ പോയി ഇനി ഇരുന്ന് കേട്ട് പഠിക്കാൻ നോക്കണം. അതാകുമ്പോ അവർക്കും പഠിക്കാൻ പറ്റും, അവർക്കൊരു ഇൻട്രസ്റ്റ് വരും. നമ്മളും കൂടെ അതൊക്കെ അവരെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്നത് നാടകീയമായിട്ട് തോന്നരുത്. അതെ. പിള്ളേർ എഴുന്നേറ്റ് പോകാൻ പറയും, ശല്യമായാലും വലിയ പ്രശ്നമാണ്. അതായത് നമ്മൾ ഇപ്പൊ പെട്ടെന്ന് ചെല്ലുമ്പോ അവർ അംഗീകരിക്കില്ല, പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നണം. അതിനിടയ്ക്ക് കുത്തുവാക്ക്, ഇടയ്ക്ക് ചില ഇത് അങ്ങനെ പറയരുത്. പൂർണ്ണമായിട്ട് ഓരോ പ്രാവശ്യം പോയിരിക്കുമ്പോ പാലും ടാങ്കും നമ്മൾ പറയുന്നത് സാറേ, നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്റെ കുട്ടിയാണെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കുട്ടി, അതായത് പറയാം, അധികവും മാതാപിതാക്കളിൽ കണ്ടത് സ്വന്തം അനിയത്തിയുടെ മകനാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ വേറൊരു ആറ്റിറ്റ്യൂഡ്, സ്വന്തം മകനാണെങ്കിൽ വേറൊരു ആറ്റിറ്റ്യൂഡ്. അനിയത്തിയുടെ മകനോട് കേൾക്കാനും നമുക്ക് കൊടുക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് സ്വന്തം മക്കളോട് ഇല്ലാത്തതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു പൊസസീവ്നെസ് ഉണ്ട്. അത് ഒഴിവാക്കിയിട്ട്, അതായത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുടെ കുട്ടിയാണെന്നുള്ളത്, അല്ലെങ്കിൽ ദൈവപുത്രനായിട്ട് കണക്കാക്കും. അവൻ മുമ്പിൽ വന്നിരിക്കുകയാണ്. കാരണം അവരുടെ ഒരിതുമില്ല, നമ്മളിലൂടെ വന്ന് നമുക്ക് തന്നൊരു ഗിഫ്റ്റ്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരുന്നിട്ട് അത്ര റെസ്പെക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുവാണെങ്കിൽ പോലും വിചാരണ കൂടാതെ ശിക്ഷിക്കരുത്. പെട്ടെന്ന് കയറിയിട്ട് നമ്മുടെ ഇമോഷൻസ് അവിടെ പ്രകടിപ്പിക്കാതെ, അതായത് നമ്മൾ ഏറ്റവും ശ്രദ്ധാപൂർവം കേൾക്കാൻ പഠിക്കേണ്ടത് നമ്മളെ മക്കളെയാണ്. അവർ പറയുമ്പം സ്പേസ് ഇടുക. അതിനെ സംസാരിക്കുന്ന ഇന്ത്യൻ വഴി ടെക്നിക്ക് ഉപയോഗിക്കണം. അവർ പറയുന്നത് നീ ഇന്നതല്ലേ പറഞ്ഞത് എന്ന് അവനോട് ചോദിച്ച് അവന്റെ കൺസേൺ എടുത്തതിന് ശേഷം നമ്മുടെ വാദഗതി ഉന്നയിക്കാൻ പാടും. അതായത് ഇല്ലെങ്കിൽ ക്രോസ് വരും എപ്പോഴും. യോദ്ധായിലെ ഒരു സീൻ ഓർക്കും അല്ലേ, അപ്പുക്കുട്ടന് പാല് എന്ന് പറയുന്നതല്ലേ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എനിത്തിങ് ടു ആഡ്? എല്ലാവരും അമ്മമാരും അച്ഛന്മാരും പറയും. സാറേ നമസ്കാരം. എംപ്ലോയ്മെന്റ് ഓഫീസറാ, പറയൂ. റിട്ടയർഡ് ബ്രാക്കറ്റ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ. സാറിന്റെ ക്ലാസ് എടുക്കലുണ്ടല്ലോ, നല്ല എന്താ പറയണ്ടേ, നമ്മള് വീണ്ടും സ്കൂളുകളിലേക്കും കോളേജിലേക്കെല്ലാം മടങ്ങിപ്പോയ ഒരു രീതി. ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ തന്നെ ശരിക്കും കോളേജിലെല്ലാം നല്ല രസമുണ്ടായിരുന്നു. അതിലെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു. അതിപ്പം അത് പറയുമ്പം സാറ് പറഞ്ഞല്ലോ, കമ്പയർ ചെയ്യാൻ പാടില്ല. അത് എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ് സാറേ. കാരണം കുട്ടികൾ പഠിക്കുമ്പം ഒരേ വണ്ടിയിൽ ഓട്ടോറിക്ഷയിലാണെങ്കിലും സ്കൂൾ ബസ്സിലാണെങ്കിലും നീ അവനെ തോൽപ്പിക്കണം, അതേ പറയുന്നുള്ളൂ. അല്ലാതെ നീ പഠിച്ച് നല്ലവനാവണമെന്നുള്ള വാക്കല്ല ഇവിടെ. അവനെ തോൽപ്പിക്കണം. മറ്റവന്റെ മാർക്ക് എത്രയാന്ന് ചോദിക്കരുത്. അതെ മറ്റവന്റെ ചോദിക്കരുത്. അതെ കറക്റ്റ്. മറ്റവനെ തോൽപ്പിക്കണം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, പണ്ടെല്ലാം നമ്മൾ പഠിക്കുമ്പം ഒരു കുട്ടി അസുഖമായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഫ്രണ്ട്സിന് നമ്മള് പിറ്റേ ദിവസം പുസ്തകം കൊടുക്കും, വീട്ടിൽ കൊണ്ടുപോകാൻ കൊടുക്കും. വൈകുന്നേരം നീ എഴുതിയിട്ട് നോട്ട് എഴുതിയിട്ട് നാളെ തന്നാ മതിയെന്ന്. ഇപ്പം നിന്റെ ബുക്ക് കൊടുക്കാൻ പാടില്ല, അവന് നിന്നെക്കാളും മാർക്ക് എടുത്ത് കളയാം. അങ്ങനെയാണ് ആ ഒരു മറ്റേ കൊച്ചിന്റെ മാർക്ക് നമ്മൾ ചോദിക്കരുത്. അഥവാ കുട്ടികൾ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ അതിനിപ്പോ എന്താ, നമ്മളെപ്പോഴും നമ്മുടെ കുട്ടിയെ സെൻട്രലൈസ് ചെയ്യണം. നിനക്ക് ഈസിയല്ലേ, നിനക്ക് പറ്റാത്തതുകൊണ്ടാണ് നീ അതായത് അവന് കഴിവില്ല എന്ന ഒരു മെസ്സേജും കൊടുക്കാതെ നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്ന് മാത്രം മെസ്സേജ് കൊടുക്കാൻ പാടുള്ളൂ. നിനക്ക് പറ്റൂന്ന് എനിക്കറിയാം, അവനേക്കാൾ കഴിവുള്ളവനാന്നേ എനിക്കറിയാം, പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും മറ്റു കുട്ടികളെ, അതായത് സ്വന്തം ഭാര്യയെ ഒരിക്കലും നമ്മൾ താരതമ്യം ചെയ്യില്ലല്ലോ. ഇപ്പൊ തൊട്ടപ്പുറത്തെ ഭാര്യനെ കാണിച്ചിട്ട് അവളെന്ത് സുന്ദരിയാണെന്നോ അന്ന് പറഞ്ഞ പിറ്റേ ദിവസം വീട്ടിൽ കിടന്നിറങ്ങാൻ പറ്റുമോ? ഭർത്താക്കന്മാരെ താരതമ്യം ചെയ്യാറില്ലല്ലോ. സാറ് പറഞ്ഞ കഥ പറയല് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചെറുപ്പകാലത്തെല്ലാം നമുക്കെല്ലാം അമ്മമാര് കഥ പറഞ്ഞു തരുന്നത് അവിടെ എഴുത്തിയിട്ട് പിന്നെ ഇങ്ങനെ മീശ വെച്ചിട്ടുള്ള ഉരുണ്ട നമുക്ക് ശരിക്കും പറഞ്ഞ പോലെ ആ രൂപം നമ്മളെ മനസ്സിൽ വന്നു അന്നേരം. അങ്ങനെയാണ് ആ കഥ പറയുമ്പോ അത് മനസ്സിലാവും. കഥ സാർ പറഞ്ഞ പോലെ കഥേന്റെ ഇതും മനസ്സിലാവും, ആ ഇത് പിക്ചറൈസേഷൻ അവിടെ നല്ല രീതിയിൽ തന്നെ ആവും. പിന്നെ സാർ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യമെല്ലാം വീടെല്ലാം കെട്ടുമ്പം എവിടെയെങ്കിലും പോകുമ്പം നമ്മള് വീട് കെട്ടാണെങ്കിൽ ഉടനെ ഗ്രിൽസ് ഇടുന്നതാണെങ്കിൽ ജനലിന്റെ ഫുള്ള് നമ്മൾ ബസ്സിലെല്ലാം പോകുമ്പോ നമ്മളെ മനസ്സിൽ വരുന്ന ഇത് കൊള്ളാലോ. അതേപോലെ എനിക്കൊരു അനുഭവം, എന്റെ മനസ്സിലൊരു തോന്നിയത്, കല്യാണം കഴിച്ചിട്ട് കുട്ടിയായിട്ടാകുമ്പോ അതുവരെ കുട്ടികളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ചിന്തയൊന്നും അങ്ങനെ വരില്ല. കുട്ടിയായിട്ടാകുമ്പോ ഒരു യാചകശ്രീ ഇങ്ങനെ കുട്ടിയായിട്ടാണ് നമ്മളെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ വേഗം പൈസ ബാഗിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് കൊടുക്കും. അപ്പൊ നമ്മളെ മനസ്സിൽ നമ്മുടെ ആ വീട്ടിലുള്ള കുട്ടീനെ പറ്റിയിട്ടുള്ള ചിന്തയാണ് അവിടെ വരുന്നത്. അതെല്ലാം സാധാരണ രീതിയിൽ
അതുപോലെ നീന്തൽ സാറേ, കാരണം ഞാൻ UK പോയിട്ടാകുമ്പോ 5 വയസ്സായ പേരക്കുട്ടികൾ നീന്തൽ പഠിക്കണം. അപ്പൊ ഒരുത്തന് വെള്ളത്തിലിറങ്ങാൻ നല്ല പേടിയുണ്ട് എന്ന് പറയപ്പോഴും, അയ്യോ എനിക്ക് പേടിയാവുന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ എന്ത് ചെയ്യും, TV-യിൽ നീന്തൽ എങ്ങനെ ഫസ്റ്റ് ഇതിൽ പഠിക്കാന്നുള്ള രീതിയിൽ അത് കാണിച്ചു കൊടുക്കും. പിന്നെ ആ കുട്ടിക്ക് അവിടെ എത്തിയിട്ട് മെല്ലെ കാലെല്ലാം വെള്ളത്തിലിട്ട് കുറച്ച് പേടി മാറുന്ന രീതിയിലായി. ആ നീന്തൽ അതെന്നെ കാണിച്ചു കൊടുത്തോണ്ടിരുന്നു. ഇങ്ങനെയാണ് ഫസ്റ്റിൽ വെള്ളത്തിൽ ഇറങ്ങിയാലൊന്നും സംഭവിക്കൂല, അങ്ങനെ ഇങ്ങനെ വായിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കണം എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ സാറ് പറഞ്ഞല്ലേ ഈ അബ്ദുൽ കലാമിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം മോളെ കാര്യത്തില് പഠിക്കുന്ന സമയത്തുണ്ടല്ലോ സാറേ, അത് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു സാറേ. ഞാൻ എത്ര ലേറ്റ് ആയിട്ടും അവള് പഠിക്കുമ്പോ അവളെ അടുത്തിരുന്നിട്ട് അവള് വായിക്കുന്നത് ശ്രദ്ധിക്കണം നമ്മള്. അത് എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല, കാരണം നല്ലോണം പഠിക്കും കക്ഷി. അപ്പൊ വായിക്കുന്ന ശ്രദ്ധിച്ചിട്ട് ആ ഇത് മാറിയിട്ടുണ്ടല്ലോ സാർ. ഇപ്പൊ ഇവള് പിന്നെ UK-ല് ബയോമെഡിക്കൽ സയന്റിസ്റ്റ് ആണ്. ഞാൻ ഇപ്പോഴും UK-ല് പോയാല് അവള് ജോലി ചെയ്യുന്നിടത്ത് വേറൊരു ഇന്റർവ്യൂവിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അത് മോളെ സ്വഭാവം എന്ന് പറഞ്ഞാല് വെറുതെ ഇങ്ങനെ വായിച്ചു പോകുന്നതല്ല, എല്ലാം നോട്ട്സ് ആക്കിയിട്ട് അപ്ഡേഷൻ ആണ്, എല്ലാം നല്ല രീതിയിൽ. അപ്പൊ ഞാനിത് ചോദിക്കണം അവളോട്, അപ്പൊ അവള് പടപടാ ഉത്തരം പറയണം. അത് ഈവൻ കാറിൽ പോകുന്നതാണെങ്കിൽ ഞാൻ ഇപ്പുറത്തെ സീറ്റിൽ ഇരുന്നിട്ട് മമ്മി ഞാൻ പറയട്ടെ ഇങ്ങനെ ശ്രദ്ധിക്കോ, ഓക്കെ. അത് കഴിഞ്ഞ് അവിടെയും കഴിഞ്ഞ് ഇതിന്റെ ഇടയിൽ കഴിഞ്ഞ മാസം എനിക്ക് കുറേ കാര്യങ്ങൾ അയച്ചു തന്നു. ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കൂ എന്നാ. അപ്പൊ ഇപ്പോഴും അത് തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പൊ അത് പറയുമ്പോ എനിക്ക് സത്യത്തിൽ ചിരി വന്നു, കാരണം ഇങ്ങനെ ഒരു സംഭവം ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. ബാക്കി സാറിന്റെ ക്ലാസ് എല്ലാം എന്താ പറയണ്ടേ, പഠിക്കുന്ന സമയത്ത് പിന്നെ സാബു സാറ് പറഞ്ഞ അല്ലെ, നമുക്ക് കിട്ടിയ അടിയും കൊത്തും നുള്ളെല്ലാം ഉണ്ടല്ലോ സാറേ, ആ സ്പോട്ടിന് കിട്ടും. അത് ആ ചെവി പിടിച്ചിട്ടുള്ള തിരുമ്മലെല്ലാം ഉണ്ടല്ലോ, ഒരു വല്ലാത്ത അനുഭവമാണത്. പക്ഷെ അത് നമുക്ക് ഗുണേ ചെയ്തിട്ടില്ല, ദോഷമൊന്നും ചെയ്തിട്ടില്ല. ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു സാറേ, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാല് ഇങ്ങനെയുള്ള ക്ലാസ് എടുക്കുമ്പോൾ പാരന്റ്സും കുട്ടികളും ഇരുന്നിട്ട് കേൾക്കണം എന്നാ ഞാൻ വിചാരിക്കല്. കുട്ടികൾ മാത്രം അല്ലെങ്കിൽ പാരന്റ്സോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സോ ഒക്കെ എല്ലാവർക്കും അയച്ചു കൊടുത്താൽ മതി, കൊച്ചു പാരന്റ്സിനും മക്കൾക്കും കൊച്ചുമക്കൾക്കും തീർച്ചയായിട്ടും. അടുത്ത സുജിത്ത് നാളെ ഫ്രീ ആണെങ്കിൽ നമുക്ക് വിഷ്വലൈസേഷൻ ജോൺ ആൻ ഫ്രാങ്കിന്റെ ആ കഥയും കൂടെ, നാളെ നമ്മുടെ സ്റ്റോറി ഡേ അല്ലേ, ആൻ ഫ്രാങ്കിന്റെ വിഷ്വലൈസ് ചെയ്യുന്ന ആ രീതിയും കൂടെ ഒന്ന് ചെയ്തു ചെയ്യാം. ഇതിലിപ്പോ മാം പറഞ്ഞത് പോലെ, അതായത് ആ കൊച്ചിന് സ്പേസ് കൊടുത്ത് അവിടെ അവർ ത്രില്ലുണ്ടാവുകയാണ്. ഇത് നമുക്ക് ചെടികളുടെ അടുത്ത് പോലും ഇത് പ്രാക്ടീസാണ്. നമ്മൾ ഒരു കർഷകനാണെങ്കിൽ എല്ലാ ദിവസവും ചെടീന്റെ അടുത്തോടെ നടന്നാൽ മതി, ചുമ്മാ അതിൽ ഇലയൊക്കെ ഒന്ന് പിടിച്ചു വന്നു കഴിഞ്ഞാൽ ആ ചെടിയും മറ്റു ചെടികളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധ, കരുതൽ, അത് മതി വളരാൻ. അപ്പൊ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുന്ന, അവർ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും അവർ പറയുന്ന കാര്യങ്ങൾ, പോയ കാര്യങ്ങൾ, അതെല്ലാം അവരെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സ്കൂളിൽ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു എന്നുള്ള ആ കുട്ടീനെ കൊണ്ട് ഇമാജിനറി ആയിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യാതെ, അവിടെ വിധി കൽപ്പിക്കരുത്, നമ്മൾ ഒരു തരത്തിലും അതിൽ കലർപ്പ് ചേർത്തരുത്. കാരണം അത് അതേ രീതിയിൽ ഒരു മഴ പെയ്യുമ്പോൾ അങ്ങനെ കൊള്ളുന്നു, അതുപോലെ പെയ്തൊഴിയണം ആ കുട്ടിയുടെ മനസ്സിൽ. അതിങ്ങനെ നമ്മളിലൂടെ കടന്നു വന്നു കഴിയുമ്പോഴത്തേക്കും ആ കൊച്ചിന് പിന്നെ എന്ത് സങ്കടങ്ങൾ പറയാനും എന്ത് സന്തോഷം പറയാൻ ഈ ഒരാളാണ് തേടുന്നത്. ഈ സ്പേസ് ആണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. മിക്ക പെമ്പിള്ളേരും ഫോണിലൂടെ അപ്പുറത്തിരുന്ന് ചെറുക്കൻ ഇതെല്ലാം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളൊന്ന് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അവർ പറയുന്നതെല്ലാം നിന്ന് കൊടുത്ത് അവരെ പരിഗണിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ, അവര് നമ്മൾ വിചാരിക്കാത്ത വേഗതയിൽ അവരുടെ ഇമാജിനേഷൻ വളരും. അവർ വിഷ്വലൈസേഷൻ ഓട്ടോമാറ്റിക് പ്രാക്ടീസ് ഒരു ഡയറി പോലെയാണ്. അതുണ്ടല്ലോ സാർ, 2 കുട്ടികളും സ്കൂളിൽ നിന്ന് വന്ന സാറ് പറയുന്ന പോലെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയും. അപ്പം മോന് പഠിക്കുമ്പോ അവിടെ PTA-യിൽ ഞാൻ കുറെ കൊല്ലം ഉണ്ടായതാണ് കമ്മിറ്റിയിൽ. അപ്പൊ ഒരു ദിവസം വന്നിട്ട് ഇത് വൈകുന്നേരം കാര്യങ്ങൾ പറയുന്നത്, നാളെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടല്ലേ മമ്മിക്ക്, മമ്മി ഞാൻ അറിയാതെ ഒരു ഐസ് തിന്നുപോയി, അപ്പൊ എന്നെ സാറ് പിടിച്ചു, അത് നാളെ പറഞ്ഞാല്, അപ്പൊ എല്ലാം മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അത്ഭുതം ഉണ്ടാവില്ല ആ കുട്ടിയുടെ. അതായത് സ്കൂളിൽ ചെല്ലുമ്പോൾ ആ ടീച്ചർ എന്തെങ്കിലുമൊക്കെ കൊച്ചിനെ കുറിച്ച് പറഞ്ഞ ഇതെല്ലാം ഈ അമ്മയ്ക്ക് അറിയായിരിക്കും. അതായത് ആ ഒരു ആത്മബന്ധം. കാരണം ഇന്ന് ലോകത്ത് കിട്ടാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ ആത്മബന്ധം. ആത്മാവെന്ന് ചാറ്റ് GPT ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായിക്കാനുണ്ട്. പക്ഷെ എന്തില്ല, ആ ഒരു ആത്മബന്ധം ഇല്ലേ? ചാറ്റ് GPT-യോ യന്ത്രങ്ങൾക്കോ കൊടുക്കാൻ പറ്റാത്തത് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ളൂ.
സുജിത്തെ അപ്പൊ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ നാളെ നമുക്ക് ആൻ ഫ്രാങ്കിന്റെ കഥ ഫ്രാങ്കിന്റെ ഡയറി maximum കുറിപ്പ് visualize ചെയ്യണം. വിഷ്വലൈസേഷൻ പ്രാക്ടീസ്. ഈ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോട്ടെ കേട്ടോ. ശരി. സോ വേറെ ആർക്കൊന്നും പറയാനില്ല? ജോർജ് സാർ ഒന്നും പറഞ്ഞില്ലല്ലോ. ജോർജ് സാർ പറയാനുണ്ടോ? അപ്പൊ സാറേ താങ്ക് യു സാർ, താങ്ക് യു. കുഞ്ഞുമാവ് കൂടെ ഉള്ളത് കൊണ്ട് അധികം ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്ന സമയത്ത് സാറേ, സുജിത് സാർ അമ്മയുടെ കൂടെ പോയിരിക്കുക. സാറേ കൺഗ്രാജുലേഷൻ. വാസ്തവത്തിൽ വിഷ്വലൈസേഷനെ കുറിച്ച്, ദൃശ്യവൽക്കരണത്തെ കുറിച്ച് സാറിന്റെ ക്ലാസ് അതിഗംഭീരമായി. ശരിക്കും നമ്മൾ കടന്നു പോകുന്ന വഴികൾ ഒക്കെ ബന്ധിപ്പിക്കാൻ കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നി, നമ്മളെ തന്നെ തിരുത്തിയില്ലല്ലോ, തിരുത്തിക്കാമായിരുന്നല്ലോ എന്നൊക്കെ തോന്നിപ്പോയ ഒത്തിരി സന്ദർഭങ്ങൾ. അതുപോലെ തന്നെ പ്രയോഗം മറ്റുള്ള കുട്ടികളെ കണ്ടുപിടിക്ക് എന്ന് പറഞ്ഞപ്പോ സാർ അത് കൂട്ടിച്ചേർത്ത് പറഞ്ഞ ആ അലങ്കാരം അതിഗംഭീര. ഉപമ ഞാനത് ഇതേപോലെ എങ്ങനെ ചിന്തിച്ചു. അങ്ങേ വീട്ടിലെ കുട്ടിക്ക് കൂടുതൽ മാർക്ക് കിട്ടി എന്ന് പറയാൻ കാരണം അത് അങ്ങേ വീട്ടിലെ കുട്ടിയായതുകൊണ്ടാണ്. ഈ വീട്ടിലെ കുട്ടിക്ക് ഈ വീട്ടിലെ മാർക്കല്ലേ കിട്ടാൻ വഴിയുള്ളൂ, അവരുടെ ബുദ്ധി അത്രേ ഉണ്ടാവുള്ളൂ, ആ പാരമ്പര്യമല്ലേ എന്ന് ചോദിക്കണം എന്ന് തോന്നിപ്പോയ ചില നേരങ്ങളുണ്ട്. എന്തായാലും വളരെ നന്നായി സാറേ. തീർച്ചയായിട്ടും ഇവിടെ പലരും പറഞ്ഞതുപോലെ ആക്ച്വലി പേരൻസിന് ഇത് കേൾക്കാൻ അവസരം കിട്ടുന്നതായിരുന്നു ഗുണകരം. പിന്നെ കുട്ടികൾക്ക് ഇത് പകർന്നു കൊടുക്കാൻ സ്കൂളുകളിലുള്ള അവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ അത്രയായി. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ സുജിത്. നാളെ നമുക്ക് വീണ്ടും സെഷന്റെ കഥ പറച്ചിലുമായിട്ട് മുന്നോട്ട് പോകാം. സോ ഒരു പുസ്തകം വിഷ്വലൈസ് ചെയ്ത് വായിക്കാം. നമ്മളൊരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആദ്യ അവസാനം ഒരാളോട് പറയുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് അത് വിഷ്വലൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. Okay, thank you very much, and see you. Good night.